നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീതഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപദീ ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞപ്രകൃഷ്ടാചയ നാനാശാസ്ത്രവിശാരദാ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേ യത്നത്വാ കൃതകൃത്യാസ്യുക്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം ചിതമപി ച ശുകം പുസ്തകം ചാപരേണാം. ഭാസാം കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യേതോന്വയാലിതരതച്ചാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹതായ ആദികവയേ മുഹ്യന്തി യത് സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി പാപുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദുൽപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതരവോ വിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർത്ഥം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം.
യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതസ്ത്വന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായ ചേതമോഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരംശ്രേഷ്ഠ ഭഗവാൻ വജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം മനുഷ്യന് ജീവന്മാരെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള ആ ഈശ്വരനുമായിട്ട് ഒന്നിപ്പിക്കുകയാണ്. ജീവൻ പലവിധ ദുഃഖങ്ങളുമായിട്ടാണ് പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്നത്. ജീവന്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയുമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയുമാണ്. ആ ദുഃഖനിവൃത്തി നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ സുഖപ്രാപ്തി നമുക്ക് എപ്പോഴേ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ ആ ദുഃഖ നിവൃത്തിക്കുള്ള മാർഗങ്ങളിലൂടെ സുഖത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ഈശ്വരങ്കിൽ എത്തുമ്പോഴാണ് നമുക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നാണെങ്കിൽ, നമ്മളുടെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ദുഃഖത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഈ പ്രപഞ്ച വസ്തുക്കളിലാണ് നമ്മൾ സുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആഗ്രഹമുള്ളതായ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള നശിക്കാത്ത സുഖം വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മള് ഈ നശിക്കുന്ന ഈ ലോകപദാർത്ഥങ്ങളിലല്ല സുഖം അന്വേഷിക്കേണ്ടത്. നിത്യ സത്യമായിട്ടുള്ള ഒരിക്കലും നാശമില്ലാത്ത നാശരഹിതനായിട്ടുള്ള ആ ആത്മാവിലാണ് നമ്മൾ സുഖം അന്വേഷിക്കേണ്ടത്. അപ്പൊ ആത്മാവിൽ സുഖം അന്വേഷിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള നിത്യാനന്ദത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള മാർഗങ്ങളാണ് ആ ശ്രുതിഗീതയില് വർണ്ണിക്കുന്നത് എന്നാണ്. ഒരു ജീവൻ എങ്ങനെയാണ് ലക്ഷ്യമാകുന്ന ആത്മാവിനെ പ്രാപിക്കുക, ആ ജീവൻ ആത്മഭാവത്തെ എങ്ങനെയാണ് കൈക്കൊണ്ട് പൂർണ്ണനായിട്ട് തീരുക, ആ വേദത്തിൽ വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങള് യാതൊരു തരത്തിലുള്ള ഫലകാംക്ഷയും കൂടാതെ കുറച്ചു കാലം ചെയ്യുമ്പോൾ മനസ്സിന് ശുദ്ധി ഉണ്ടാവും. മനഃശുദ്ധി വരുമ്പോൾ ഭക്തി വളരും. ഭഗവാന്റെ മഹാത്മ്യങ്ങളൊക്കെ കേൾക്കണം എന്ന് തോന്നും. അങ്ങനെ മഹാത്മാക്കളെ ആശ്രയിച്ച് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേട്ട് ഭക്തി വളർത്തി മനസ്സിനെ ശുദ്ധമാക്കി ഈ കാണുന്ന ലോകപദാർത്ഥങ്ങളോട് പൂർണ്ണമായിട്ടും വിരക്തി വരുമ്പോ നമുക്ക് ഈശ്വരനാകുന്ന ലക്ഷ്യത്തോടു കൂടി അടുക്കാൻ പറ്റും. അങ്ങനെ ഈശ്വരന്റെ സ്വഭാവമായിട്ടുള്ള സ്വരൂപമായിട്ടുള്ള നിത്യാനന്ദത്തെ നമുക്ക് അനുഭവിച്ച് ധന്യധന്യരായിട്ട് ആ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് നേടാൻ കഴിയും. അതാണ് നമ്മൾ ഇപ്പോ ഈ ശുദ്ധിഗീതയിലൂടെ പഠിക്കുന്നത്. എപ്പോഴാണ് ആ ആനന്ദം അനുഭവിക്കുക? നമ്മളിൽ നമ്മളായിട്ട് വിളങ്ങുന്നത് ആ പരമസത്യം തന്നെ എന്നറിയുന്ന സമയത്ത്, നമ്മളെ അറിയാതെ നമ്മളല്ലാത്ത വസ്തുവിനെ നമ്മളായിട്ട് തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ ദുഃഖത്തിന് മുഴുവൻ കാരണം എന്ന് നമ്മളെ അറിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചതായിട്ടുള്ള ആനന്ദം കിട്ടാതിരിക്കാൻ കാരണം നമ്മളല്ലാത്ത വസ്തുക്കളിൽ സുഖം അന്വേഷിച്ചു, അല്ലെങ്കിൽ നശിക്കുന്നതായിട്ടുള്ള ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിലൂടെ അതിലൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നശിക്കാത്ത ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ അതിനെ മനസ്സിലാക്കിയില്ല. ആ നശിക്കാത്തതായിട്ടുള്ള നിത്യാനന്ദത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഭഗവാനെ അറിയുന്ന സമയത്ത് നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങും. അതോടുകൂടി ജീവൻ ആ ലക്ഷ്യമാകുന്ന ആ പരമാനന്ദത്തെ പ്രാപിച്ച് ആ ഈശ്വരനുമായിട്ട് ഒന്നായി പരമാനന്ദം അനുഭവിക്കും. പിന്നെ അവിടെ രണ്ടില്ല. ഇവിടെ ശരീരത്തിൽ നിന്ന് ഭിന്നം, അതായത് ശരീരമാണ് ഞാൻ എന്നത് കരുതുന്ന സമയത്താണ് ശരീരത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ അനുഭവങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട്
ആ ശരീരാനുഭവങ്ങളിൽ അല്ലെങ്കിൽ ആ സുഖദുഃഖങ്ങളിൽ നമ്മൾ പെട്ട് ഭ്രമിക്കുന്നത് എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നിവർത്തിക്കാനുള്ള ശാശ്വതമായിട്ടുള്ള മാർഗം നമ്മളിൽ നമ്മളായിട്ട് വളങ്ങുന്ന ആ ആത്മാവിനെ അറിയലാണ്. ആത്മാവിനെ അറിഞ്ഞതോടുകൂടി എല്ലാറ്റിനെയും അറിഞ്ഞതായിട്ടുള്ള ഭാവം വരുന്നു. അവിടെയാണ് പൂർണ്ണത. എന്താ അത്? എല്ലാറ്റിലും വളങ്ങുന്നത് ആത്മാവ് തന്നെയാണ്. അതോടുകൂടി ജീവൻ കൃതാർത്ഥനായിട്ട് തീരുന്ന. അപ്പൊ അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ശ്ലോകങ്ങൾ ഒന്ന് അനുസ്മരിച്ചു നോക്കി. അതില് ഇപ്പൊ ഈ മനുഷ്യ ശരീരമാണ് സർവശ്രേഷ്ഠമായിട്ടിരിക്കുന്നത് എന്നും ആ മനുഷ്യ ശരീരം സർവശ്രേഷ്ഠമായിട്ട് തീരണമെങ്കിൽ മനുഷ്യ ശരീരം കൊണ്ട് കിട്ടിയ അല്ലെങ്കിൽ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യമാകുന്ന ആ ഈശ്വരനെ അറിയണം. അല്ലാതെ ആ ഈശ്വരനെ അറിയുമ്പോഴാണ് മനുഷ്യജന്മം ധന്യമായിട്ട് തീരുക, ശ്രേഷ്ഠമായിട്ട് തീരുക. കാരണം പലവിധ ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യനാണ് ഈശ്വരനെ അറിയാനുള്ള കൂടുതലായിട്ടുള്ള അനുഭവമുള്ള ജീവൻ ആണ്. അപ്പൊ ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും പറ്റിയ ഒരു ജന്മം മനുഷ്യജന്മം മാത്രമാണ്. മറ്റു ജന്മങ്ങൾക്കൊന്നും അത് കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിന് കൂടുതൽ ശ്രേഷ്ഠത ശാസ്ത്രം കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് വളർന്നതായിട്ടുള്ള ആത്മാവിനെ, ആ ഈശ്വരനെ, ആ ഭഗവാനെ അറിഞ്ഞ് അതിനെ അനുഭവിച്ച് അതായിട്ട് തീരാൻ പറ്റുള്ളൂ. അതായിട്ട് തീർന്നതോടുകൂടി പിന്നെ അവിടെ ജീവഭാവം ഇല്ല, ആത്മഭാവം മാത്രമേ ഉള്ളൂ, രണ്ടില്ല. അതോടുകൂടെ ആത്മാവിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാവമാണ് ആനന്ദം എന്നുള്ളത്. ആ ആനന്ദം അനുഭവിച്ച് ധന്യനായിട്ട് തീരണം. പിന്നെ ആ ജീവന് അല്ലെങ്കിൽ ആ ആത്മാവായിട്ടുള്ള ആൾക്ക് ജീവൻ ആത്മഭാവത്തിൽ എത്തിയ പിന്നെ ആ അടുത്തൊരു ജന്മം ഉണ്ടാവില്ല. അതോടുകൂടെ ആ ജനന മരണ ക്ലേശം ജീവന്റെ അവസാനിച്ചു. അപ്പൊ അത് മനുഷ്യജന്മം കൊണ്ട് മാത്രമാണ്. അതായത് ഇപ്പോ ഈ മനുഷ്യജന്മം കൊണ്ട് ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങള് അതനുഭവിക്കണമെങ്കിലും ഈശ്വരന്റെ കടാക്ഷം കൊണ്ടേ പറ്റുള്ളൂ. അതുപോലെ ആ ജീവന് ആത്മഭാവത്തെ പ്രാപിക്കണമെങ്കിലും ആ ഈശ്വരന്റെ കടാക്ഷം കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ ആ ഈശ്വര കടാക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ട് കിട്ടിയതായിട്ടുള്ള ആ മനുഷ്യജന്മം കൊണ്ട് ആ അന്ധകരണ ശുദ്ധി സമ്പാദിച്ച് ആ തത്വത്തെ ചെയ്ത് ആ പഞ്ചകോശങ്ങൾക്ക് പഞ്ചകോശാതീതനായിട്ട് വളങ്ങുന്ന സർവസാക്ഷിയായിട്ടുള്ള ആ ഈശ്വരനെ അറിഞ്ഞ് സാക്ഷാത്കരിച്ച് താതാത്മ്യം പ്രാപിക്കുന്നില്ല എങ്കിൽ അവന്റെ ജീവിതം നിഷ്പ്രയോജനമാണ്. ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു തത്വമാണിത്. കാരണം ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് കിട്ടിയതായിട്ടുള്ള മനുഷ്യജന്മത്തെ അതിനു വേണ്ടി ഉപയോഗിക്കാതെ ഈ ലോകത്തിലെ പദാർത്ഥങ്ങളുടെ പിന്നാലെ അതിനു വേണ്ടി ഓടി നടക്കുകയാണെങ്കിൽ മനുഷ്യജന്മം ശ്രേഷ്ഠമായിട്ട് തീരില്ല. ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് മനുഷ്യജന്മം ശ്രേഷ്ഠാണെന്ന് പറയാൻ പറ്റില്ല. അതിനിവിടെ ഉദാഹരണം പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ ഇരുമ്പ് പണിക്കാരന്റെ ആ പണിശാലയിലുള്ള ആ ഉല പോലെ എന്നാണ്. ആ ഒലയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പിടിച്ച് മുകളിലേക്ക് വലിച്ചാല് കാറ്റ് അകത്തേക്ക് വരും, അത് പിടിച്ച് കീഴ്പ്പെട്ട് അമർത്തി കഴിഞ്ഞാൽ കാറ്റ് പുറത്തേക്ക് പോകും. ഇതന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ജീവിതവും അല്ലെങ്കിൽ നമ്മളും ആ ഉലയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതിനേക്കാളും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം എന്ന് ബോധിക്കണമെങ്കിൽ അതിന് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഈശ്വര സ്മരണ മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യജന്മത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഈ നിസ്സാരമായിട്ടുള്ള ഭോഗങ്ങളെ കൊണ്ട് അതിന്റെ പിന്നാലെ പോയിട്ട് നശിപ്പിക്കരുത്. അതിൽ പല ഒരു കഷ്ടം വേറെയില്ല. അപ്പൊ ഈ ലോകത്തിലെ വിഷയങ്ങളും അതുപോലെ തന്നെ പരമമായിട്ടുള്ള ഭാവവും അല്ലെങ്കിൽ ആത്മഭാവത്തിലേക്ക് എത്താനും ഈശ്വരകാരുണ്യം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈശ്വര ഭജനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് മോക്ഷമൊന്നും വേണ്ട, ഈ ലോകത്തിലെ അനുഭവങ്ങളാണ് നേരിയാവേണ്ടത്, ഇവിടെ സുഖമായിട്ടിരിക്കുന്നത്, അതിനും ഈശ്വരന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ ഇല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോ എല്ലാ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് അർജുനനെ പറ്റിയതുപോലെ സന്താന ഗോപാലത്തിൽ അർജുനൻ അത് കാര്യം ശരിയായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ മീതെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. അതിന്റെ അടുത്ത് വന്ന് കഴിക്കാനായിട്ട് തുടങ്ങുക. അപ്പോഴാണ്
കഴിക്കാൻ പറ്റാത്തൊരു സൂക്കേട് വരുന്നത്. അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ധാരാളം ഉണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റാത്തതായിട്ടൊരു അസുഖം നമുക്ക് വന്നു പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുക? അപ്പൊ നമുക്കുള്ള ഈ ലോകത്തിലെ ഭോഗങ്ങളാണെങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. നമ്മൾ പറയാറില്ലേ, അയാൾക്ക് യോഗജ്ഞ എന്നാണ്. ഈ യോഗം എന്നുള്ളതാണ് ഈശ്വരന്റെ കടാക്ഷം. യോഗം എന്ന് വെച്ചാൽ മനസ്സ് ഈശ്വരനോട് കൂടി ചേരലാണ്. അപ്പൊ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടേ പറ്റുള്ളൂ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അനുസ്മരിച്ചത് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഭഗവാനെ ഉപാസിക്കുന്നതായിട്ടുള്ള സമ്പ്രദായത്തെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അതായത് ശരീരത്തിന്റെ അന്തർഭാഗത്ത് ഉദരമുപാസതേയ ഋഷിപത്മസുപൂർവദൃശ പരിസര പദ്ധതി ഹൃദയമാരുണയോദഹരം തത ഉദകാദനന്ദ തവധാമ ശിരപരമം പുനരിഹയൽ സമേത്യന പദന്തി കൃതാന്തമുഖേ. അതായത് യോഗികളിലും ഈ മനസ്സ് കുറച്ച് ഉയർന്ന ആളുകളും അതുപോലെ തന്നെ കുറച്ച് ഒരു താഴ്ന്ന ഭാവം എന്ന് വെച്ചാൽ വേണ്ടത്ര മനഃശുദ്ധി വരാത്തവര്. അപ്പോ അവരുടെയൊക്കെ ആ ഉപാസന സമ്പ്രദായത്തെ കുറിച്ച് പറയുകയാണ്. ശരിക്ക് ആ മനുഷ്യജന്മം കൊണ്ട് ആ ഇനിയൊരു ജന്മം എടുക്കാത്ത അവസ്ഥയിലേക്ക് ഉയരുക. കാരണം മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ മരണഭയം നമ്മളെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ ഇനിയൊരു ജനിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയാലേ പറ്റുള്ളൂ. അത് നമുക്ക് ആ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ചൈതന്യത്തെ അല്ലെങ്കിൽ ആത്മശക്തിയെ ഉയർത്തി കൊടുന്നിട്ട്, അതായത് ബ്രഹ്മരന്ധ്രം ഭേദിച്ച ജീവൻ ആത്മാവിനോട് കൂടി അല്ലെങ്കിൽ ബ്രഹ്മത്തോട് കൂടിയിട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന് സാക്ഷാത്കാരാണ്. പിന്നെ ജീവന് അടുത്തൊരു ജന്മം ഉണ്ടാവില്ല. അത് നമ്മൾ ദ്വിതീയ സ്കന്ധം പറയുന്ന സമയത്ത് സദ്യോമുക്തിയെ കുറിച്ചും ക്രമമുക്തിയെ കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ട് സ്മരിച്ചതാണ്. ഏകദേശം ആ ഒരു ഭാവത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. ശരീരത്തിന്റെ അന്തർഭാഗത്തുള്ള 6 ഉപാസനാസ്ഥാനങ്ങളെയാണ് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ 6 ചക്രങ്ങളായിട്ട് യോഗശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ഷഡ് ചക്രങ്ങൾ എന്നാണ്. ലളിതാ സഹസ്രനാമത്തില് അമ്മയെ പറയുമ്പോ ഷഡ് ചക്രോപരി സംസ്ഥിത എന്നാണ്. അപ്പൊ അങ്ങനെ ഈ 6 ചക്രങ്ങള് ഇവിടെ പറയുകയാണ്. അനന്തനായിട്ടുള്ളല്ലയോ ഭഗവാനെ, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ അനന്തങ്ങളാണ്. അങ്ങനെയുള്ള ഭഗവാനോട് പറയുക, ഋഷികളുടെ അനുഷ്ഠാന സമ്പ്രദായങ്ങളില് വേണ്ടത്ര മനഃശുദ്ധി വരാത്തതായിട്ടുള്ള ഈ സ്ഥൂല ദൃഷ്ടികള്, ഭഗവാന്റെ സൂക്ഷ്മഭാവത്തെ കുറിച്ച് ശരിയായിട്ട് അനുഭവം വരാത്ത ആ സ്ഥൂല ദൃഷ്ടികളായിട്ടുള്ള ചിലര് ആ ഭഗവാനെ ഉദരത്തിലെ മണിപൂര ചക്രത്തിലാണ് ആ ഭഗവാനെ ആരാധിക്കുന്നത്. മനസ്സിന് കുറച്ചും കൂടെ ശുദ്ധിയും ഏകാഗ്രതയും നേടാൻ കഴിഞ്ഞ ആളുകളോ അവരെ ആരുണ്യകൾ എന്നാണ് പറയുക. അങ്ങനെയുള്ള മഹർഷി മുനിമാര്, ആ മൗനശീലന്മാരായിട്ടുള്ള മഹർഷി മുനിമാര് ഹൃദയത്തില് അനാഹത ചക്രത്തില്, അവിടെ ദഹരാകാശം എന്നാണ് അതിനൊരു പേര് പറയുക, ആ അനാഹത ചക്രത്തിലാണ് പരമാത്മതത്വത്തെ ഉപാസിക്കുന്നത്. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് അനവധി ആയിരക്കണക്കിന് നാഡികള് ശരീരത്തിന്റെ സകല ഭാഗത്തേക്കും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവയില് അതിസൂക്ഷ്മവും അത്യുത്കൃഷ്ടവുമാണ് സുഷുമ്ന നാഡി എന്നാണ് പറയുക. ആ നാഡി യോഗാനുഷ്ഠാനം കൊണ്ട്, ഇപ്പൊ ആ സുഷുമ്ന നാഡിയാണ് പ്രധാനപ്പെട്ടതായിട്ടിരിക്കുന്നത്. അതിൽ യോഗാനുഷ്ഠാനം കൊണ്ട് പ്രാണനെ സുഷുമ്നയിലൂടെ മേലോട്ട് ഉയർത്തുക. പ്രാണായാമത്തിന്റെ ബലത്തില് പ്രാണനെ നിരോധിച്ചിട്ട് ആ മൂലാധാരത്തിൽ നിന്ന് ഇങ്ങനെ ആ മേലോട്ട് സുഷുമ്നയിലൂടെ ആ ആത്മശക്തിയെ മേലോട്ട് ഉയർത്തിയിട്ട് ശിരസില് സഹസ്രാരപത്മം എന്ന ഒരു സ്ഥാനം ഉണ്ട്. നമ്മളൊക്കെ ഈ രാസനാദിപ്പൊടി തിരുമണ സ്ഥാനം, അത് പറഞ്ഞാലേ പെട്ടെന്ന് അറിയുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഈ സഹസ്രാരപത്മം എന്നാണ്. ആ സഹസ്രാരപത്മത്തിൽ എത്തിക്കുക ആ ജീവനെ, ആ ആത്മശക്തിയെ. അങ്ങനെ സഹസ്രാരപത്മം അതിനെയാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. ആ ബ്രഹ്മരന്ധ്രം ഭേദിച്ചിട്ട് ശരീരം ഉപേക്ഷിക്കുന്ന യോഗികള് എപ്പോഴും ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ ജീവന് ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിലേക്ക് വലിയ ആ ജീവൻ മുക്തനായി.
അപ്പൊ എപ്പോഴും ജീവൻ ഉത്കൃഷ്ടമായിട്ടുള്ള ഗതിയെ പ്രാപിക്കുന്നതാണ് ഈ ബ്രഹ്മരന്ധ്രം ഭേദിച്ചിട്ട് ശരീരം ഉപേക്ഷിക്കുമ്പോ. അതായത് നന്ന ചെറിയ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവരുടെ ഈ ഉച്ചിയില് അതായത് നമ്മളെ ഇത് ഹാർട്ട് ബീറ്റ് പോലെ തന്നെ ഇവിടെ മിടിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അത് കൊച്ചുകുട്ടികളാകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും, നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ യോഗികളെ കണ്ടാലും യോഗികളുടെയും ഇവിടെ ശീർഷസ്ഥാനത്ത്, അതായത് ബ്രഹ്മരന്ധ്ര സ്ഥാനത്ത് ആ മിടുപ്പ് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് വളർന്നു വേണം ജീവൻ മുക്തനാവാൻ, ആ ജീവന് പരമഗതി കിട്ടുകയാണെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സന്യാസിമാരെയൊക്കെ സംസ്കരിക്കുമ്പോ അവരെ സമാധി ഇരുത്തുന്ന സമയത്ത് അവരുടെ ശിരസില് നാളികേരം കൊണ്ട് ഒന്ന് കുത്തുന്നാണ് ഈ ബ്രഹ്മരന്ധ്രത്തിന്റെ സ്ഥാനത്ത്. എന്തിനു വേണ്ടിയിട്ട്? ഈ ബ്രഹ്മരന്ധ്രം ഭേദിച്ചാണ് ആ ജീവൻ ആത്മാവിനെ പ്രാപിച്ച് മുക്തനായത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് സാധാരണ നിലയ്ക്ക് അങ്ങനെ ഭേദിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ വിരളാണ്. പക്ഷെ ആ സമാധിയുടെ ആ സമ്പ്രദായത്തില് ഇങ്ങനെ വേണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു നാളികേരം കൊണ്ടൊന്ന് കുത്തുന്നാണ്. അപ്പൊ ഈ തരത്തിൽ ഇവിടെ ആ ജീവൻ പരമഗതിയെ പ്രാപിക്കുന്ന ബ്രഹ്മരന്ധ്രം വളർന്ന് ആ ബ്രഹ്മത്തോടു കൂടി ഏകീഭവിക്കുമ്പോ പിന്നെ ആ ജീവന് ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാര അനുഭവം ഇല്ല എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ അങ്ങനെ ആ കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് നമ്മള് ഈ തരത്തില് യോഗാനുഷ്ഠാന സമ്പ്രദായത്തില് ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനിൽ എത്തുക എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണ്, ആ സ്വകൃത വിചിത്രയോ നിഷു വിശന്നിവ ഹേതുദയാ തരതമതചകാസ്യനവൽ സുഹൃതാനുകൃതി അതവിദദാസമോക്ഷവിദദം തവ ധാമസമം വിരജതിയോന്വയന്യ വിവണ്യവ ഏകരസം അഭിവിവണ്യവ ഏകരസം. പറയാണ്, നമ്മളൊക്കെ ഓരോ ശരീരം സ്വീകരിക്കുന്നത് നമ്മുടെ തന്നെ കർമ്മവാസനയ്ക്ക് അനുസരിച്ചിട്ടാണ്. പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മവാസനയ്ക്ക് അനുസരിച്ചിട്ട് ആ ചെയ്ത കർമ്മഫലം അനുഭവിക്കാൻ പറ്റിയ ശരീരമാണ് അടുത്ത ജീവൻ സ്വീകരിക്കുക എന്നാണ് ഇവിടെ പറയുക എന്നാണ്. അതായത് ഈ കർമ്മവാസനകളെ, അതായത് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെ കൊണ്ട് തന്നെ സൃഷ്ടിച്ചതാണ് ഈ അനവധി ശരീരങ്ങൾ. 84 ലക്ഷം ജീവയോനികൾ എന്നാണ് ശാസ്ത്രത്തിൽ പറയുക. വാസ്തവത്തിൽ 84 ലക്ഷം ജീവയോനികളും പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെ കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മുടെ കണ്ണിലാണ് ജീവന്മാര് തമ്മിൽ ഉത്കൃഷ്ടതയും നിർകൃഷ്ടതയും ഒക്കെ. ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ കൊണ്ട് തന്നെയാണ്. അപ്പൊ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെ കൊണ്ട് തന്നെ സൃഷ്ടിച്ച അനവധി ശരീരങ്ങള്, ആ ശരീരങ്ങളിൽ പ്രവേശിച്ചവനോ എന്ന് തോന്നുന്ന മാറ് എല്ലാ ശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് ഭഗവാൻ. അതായത് ദേവ, മനുഷ്യ, മൃഗ, പക്ഷി, വൃക്ഷാദി ദേഹങ്ങളില് ഓരോന്നിന്റെ അവയുടെ ഭേദം അനുസരിച്ചിട്ട്, ഉപാധി ഭേദം അനുസരിച്ചിട്ട്, ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ഓരോ ഉപകരണങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോ ഓരോ ഉപയോഗമാണ് നമുക്ക് അതായത് അനുഭവിക്കാൻ കഴിയുക, ഓരോ പ്രയോജനമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ഓരോ വസ്തുക്കളിലൂടെ ഓരോ ഉപയോഗം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിൽ നിന്ന് ഓരോ പ്രയോജനങ്ങളൊക്കെ വേറെയാണ്. വാസ്തവത്തില് അതിനൊക്കെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ആ വൈദ്യുതിയാണ്, ഇലക്ട്രിസിറ്റിയാണ്. ആ ഇലക്ട്രിസിറ്റിയുടെ പ്രഭാവം കൊണ്ട് അതിനെ പലവിധ ഉപാധികളിലൂടെ അനുഭവിക്കുമ്പോൾ ആ ഉപാധികൾക്ക് അനുസരിച്ച പ്രയോജനം നമ്മൾ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ? ഇപ്പൊ ഇതുപോലെ ആ ഉപാധി ഭേദം അനുസരിച്ചിട്ട് ശ്രേഷ്ഠനായിട്ടും നികൃഷ്ടനായിട്ടും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണ്. അത് ഉപാധിക്കാണ് ഈ ശ്രേഷ്ഠതയും നികൃഷ്ടതയും, പരമാത്മാവിനില്ല. അപ്പോ ആ ഇലക്ട്രിസിറ്റി ഏത് ഉപകരണങ്ങളിലൂടെ നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള ബാധ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അത് പ്രവർത്തിക്കും. ഇതുപോലെയാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെ കൊണ്ട് തന്നെ സൃഷ്ടിച്ച നാനാവിധ ശരീരങ്ങളിൽ പ്രവേശിച്ചവനോ എന്ന് തോന്നുന്നത് പോലെ സ്ഥിതി ചെയ്തുകൊണ്ട് ദേവ, മനുഷ്യ, മൃഗ, പക്ഷി, വൃക്ഷാദി ദേഹങ്ങളില് അവയുടെ ഭേദം അനുസരിച്ചിട്ട് ശ്രേഷ്ഠനായിട്ടും നികൃഷ്ടനായിട്ടും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പരമാത്മാവിന് ശ്രേഷ്ഠതയുമില്ല, നികൃഷ്ടതയുമില്ല.
ആഭരണങ്ങളെല്ലാം സ്വർണത്തിൽ നിന്നുണ്ടായി സ്വർണത്തെ ആശ്രയിച്ച് നിൽക്കുന്നത് പോലെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ശരീരങ്ങളും പരമാത്മാവിൽ നിന്നുണ്ടായി ആ പരമാത്മ തത്വത്തെ അവലംബിച്ച് നിലനിൽക്കുന്നത്. എല്ലാ ആഭരണങ്ങളിലും സ്വർണത്തിന്റെ വ്യാപ്തി ഉള്ളതുപോലെ സകല ശരീരങ്ങളിലും പരമാത്മാവ് വ്യാപിച്ചു നിൽക്കുകയാണ്. വിറകിൽ കൂടെ പ്രകടമായിട്ട് തീരുന്ന അഗ്നി വിറകിന്റെ ആകൃതിയിൽ പ്രകാശിക്കുന്നത് പോലെ അഗ്നിക്കൊരു സ്ഥിരം രൂപമില്ല. അപ്പോ ഏത് രീതിയിൽ നമ്മൾ വിറക് കൂട്ടിയിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ ആ വിറകിന്റെ ആകൃതി അഗ്നി കൈക്കൊള്ളുമോ? അപ്പോ വിറകിന്റെ ആകൃതിയിൽ പ്രകടമായിട്ട് തീരുന്ന അഗ്നി ആ വിറകിന്റെ ആകൃതിയിൽ പ്രകാശിക്കുന്നത് പോലെയാണ് ശരീരങ്ങളിൽ കൂടെ പ്രകടമായി തീരുന്ന പരമാത്മാവ് ശരീരങ്ങളുടെ താരതമ്യം അനുസരിച്ചിട്ട് പല രൂപങ്ങളിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ ശരീരങ്ങളിലും പരമാത്മാവാണ് വർത്തിക്കുന്നത്. അപ്പോ പരമാത്മാവിന് ശരീരങ്ങളുടെ ആ ഉച്ചനീചത്വ ഭാവങ്ങളൊന്നും ഇല്ല എന്നാണ്. അതായത് ആ ശരീരങ്ങളുടെ താരതമ്യം അനുസരിച്ചിട്ട് പല രൂപങ്ങളിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യന്റെ രൂപത്തിലാണെങ്കിൽ മനുഷ്യന്റെ, മൃഗങ്ങളുടെ ആണെങ്കിൽ മൃഗങ്ങളുടെ, വൃക്ഷലതാദികളുടെ ആണെങ്കിൽ അതിലൊക്കെയും ഏകനായിട്ടുള്ള പരമാത്മാവാണ്. അങ്ങനെ ഇപ്പോ വിദ്യാഭൂതങ്ങളായിട്ടുള്ള ശരീരങ്ങളില് സത്യസ്വരൂപനായിട്ട് എല്ലാറ്റിലും സർവസമനായിട്ട് ആ സാന്ദ്രാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഭഗവാനെ അങ്ങയെ നിഷ്കാമ കർമ്മം കൊണ്ട് മനഃശുദ്ധി വന്ന ആളുകള് ആഭരണങ്ങളിൽ സ്വർണത്തെ എന്ന പോലെ തന്നിൽ താനായിട്ട് അറിയുന്നു. അപ്പൊ ആ മനഃശുദ്ധി വന്നു കഴിഞ്ഞാൽ ആ ശരീരഭാവനയൊന്നും നമ്മൾ നോക്കില്ല. എല്ലാവരിലും അന്തര്യാമിയായിട്ടിരിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവ് എല്ലാവരിലും വർത്തിക്കുന്ന പരമ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ശരീരങ്ങളുടെ ഉത്കൃഷ്ട നികൃഷ്ട ഭേദത്തെ കണക്കാക്കാതെ എല്ലാറ്റിലും ആഭരണങ്ങളിലൊക്കെ സ്വർണത്തെ എന്നതുപോലെ സകല ജീവജാലങ്ങളിലും പരമാത്മാവിനെ കണ്ട് അവര് പരമാനന്ദത്തെ അനുഭവിക്കുന്നു എന്നാണ്. അത് വേദത്തിൽ വിധിച്ച കർമ്മം ധർമ്മം, അതായത് ഇന്ന കർമ്മങ്ങളൊക്കെ നമ്മളോട് വേദം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫലകാംക്ഷ കൂടാതെ ഒരുപാട് കാലം ചെയ്ത് മനഃശുദ്ധി വരുമ്പോഴേ നമുക്ക് ഭക്തി വളർത്തിയിട്ട് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. കർമ്മവാസനകൾ നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഭേദഭാവന നശിക്കില്ല. അപ്പൊ ആ മനസ്സിലുള്ള കർമ്മവാസനകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്തില് കർമ്മങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അങ്ങനെ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്ത് അതായത് ലൗകിക കർമ്മങ്ങളിൽ നിന്ന് വൈദിക കർമ്മങ്ങളിലേക്ക് ജീവന്മാരെ അതായത് കൊണ്ടുവരിക. അങ്ങനെ പിന്നെ വൈദിക കർമ്മങ്ങളിൽ നിന്ന് പിന്നെ ആ കർമ്മം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ഉയർത്തുക ജീവനെ. കാരണം ഈ കർമ്മം കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്നില്ല. ആ കർമ്മത്തെ ശരിക്കും ഈശ്വരാരാധന സമ്പ്രദായത്തില് ആ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം കർമ്മയോഗമായിട്ട് ചെയ്യുക. മനഃശുദ്ധി വരുമ്പോഴേ നമ്മൾ കർമ്മം കർമ്മയോഗമാക്കി തീരുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് മനഃശുദ്ധി വന്ന് ആ ജീവന് ജ്ഞാനപ്രാപ്തി ഉണ്ടാവുക. അപ്പൊ അതിനാണ് നിഷ്കാമ കർമ്മം കൊണ്ട് മനഃശുദ്ധി വന്ന ആളുകൾക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് ആ ആഭരണങ്ങളിലൊക്കെ സ്വർണത്തെ എന്നതുപോലെ തന്നിൽ താനായിട്ട് ആത്മാവിനെ അറിയാനായിക്കൊണ്ട് കഴിയുള്ളൂ എന്ന് കാണിച്ചതിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭഗവാൻ, അതായത് ഭഗവാൻ എല്ലാറ്റിലും ഇവിടെ പറയണു, സുഹൃത പുരീഷമീഷബഹിരന്തര സംവരണം തവ പുരുഷം വദന്തി അഖില ശക്തി ധൃതോംശകൃതം ഇതി നിർഗതിം വിവിച്യ കവയോ നിഗമാവനം ഭവത ഉപാസതേന്ദ്രിമഭവം ഭുവി വിശ്വസിതാഹ. ഇപ്പോ കർമ്മവാസനയ്ക്കനുസരിച്ചിട്ടുള്ള ശരീരങ്ങൾ പലതാ. എപ്പോഴും അങ്ങനെയാണ്. അതായത് നമ്മുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ പറ്റിയ ശരീരമാണ് അടുത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ആ ഈശ്വരൻ തന്നിൽ സമുദ്രത്തിൽ തിരമാലകൾ എന്നതുപോലെ തന്നിൽ സകല ശരീരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 84 ലക്ഷം ജീവയോനികള്. അപ്പൊ ഈ തിരമാലകളുടെ അകത്തും പുറത്തും സമുദ്രജലം എന്നതുപോലെ എല്ലാ ശരീരങ്ങളുടെയും അകത്തും പുറത്തും ജീവൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. ജീവൻ ശരീരത്തിന്റെ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ കാലിന്റെ ഉള്ളനടിയിൽ ചെറുതായിട്ട് ഒന്ന് പോറിയാൽ മതി, അപ്പൊ നമുക്ക് അത് അറിയും, പെട്ടെന്ന് നമ്മൾ ചാടും. ഒരു ശിരസിലെ ഒരു രോമം, തലയിൽ നിന്ന് ഒരു മുടിയെടുത്ത് ഒന്ന് പറിച്ചു നോക്കൂ, അവിടെ അപ്പൊ നമുക്ക് വേദന അനുഭവിക്കും, കാരണം എന്താ? ഈ ജീവൻ ഈ ശരീരത്തിന്റെ കാല് മുതല്
ആ പാദം മുതൽ ശിരസ് വരെ വ്യാപിച്ചു നിൽക്കണു എന്നുള്ളതിന് തെളിവാണത്. അപ്പൊ ശരീരങ്ങളുടെ അകത്തും പുറത്തും ആ ജീവൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. ആ ജീവന് സകല ശക്തികളുടെയും ഉറവിടവും പരമാത്മാവുമായിട്ടുള്ള അങ്ങയുടെ അംശമായിട്ടാണ് പറയുക, അല്ലെ? ജീവൻ ഈശ്വരന്റെ അംശം തന്നെയാ. ആ ഈശ്വരന്റെ അംശമാണ് ജീവനായിട്ട് ശരീരങ്ങളിലൂടെ. അപ്പൊ ശരീരത്തിലൂടെ പ്രകാശിക്കുമ്പോൾ അതിനെ ജീവൻ എന്ന് പറയുന്നു. ശരീര വിസ്മൃതിയിൽ ആ ജീവൻ തന്നെയാണ് ആത്മാവായിട്ട് മാറുന്നതും. അപ്പോ ശരീരത്തിലൂടെ പ്രകാശിക്കുമ്പോൾ ജീവനായിട്ടും ശരീര വിസ്മൃതിയിൽ ആത്മാവായിട്ടും ഏകനായിട്ടുള്ള അവിടെ നിന്നാണ് വളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് ബോധിക്കുന്ന വിദ്വാൻമാര് ശരീരം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നീ ഉപാധികളെയൊക്കെ വിചാരം ചെയ്ത് അവയൊന്നും താനല്ല, അതിനെയൊക്കെ നിഷേധിക്കുക. നേതി അതാണ് വേദത്തിന്റെ സ്വഭാവം എന്നാണ്. അവയൊന്നും താനല്ല എന്ന് ബോധിച്ച് അതിനെയൊക്കെ അകറ്റി വൈദിക കർമ്മങ്ങളുടെ സമർപ്പണ സ്ഥാനമായിട്ട് അവിടുത്തെ പാതാരബിന്ദങ്ങളെ ആ ദൃഢമായിട്ടുള്ള ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഭജിക്കുകയാണ്. അങ്ങനെ ദൃഢമായിട്ടുള്ള ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ഭജിച്ചു കഴിഞ്ഞാലോ ആ മോക്ഷത്തെ നൽകി അനുഗ്രഹിക്കുന്നവയാണ് ആ പാതാരബിന്ദങ്ങള്. അപ്പൊ വേദത്തിൽ വിധിച്ച കർമ്മങ്ങള് ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിച്ചാൽ മാത്രമേ മനഃശുദ്ധി ഉണ്ടാവുള്ളൂ. ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് മാത്രമേ ശരീരാദി ഉപാധികളെ മിഥ്യയാണ് എന്ന് ധരിച്ചിട്ട് അവയിലൊക്കെ സത്യസ്വരൂപേണ വളങ്ങുന്ന പ്രകാശിക്കുന്ന ആ പരമാത്മ തത്വത്തെ ഭജിക്കാനും സാക്ഷാത്കരിക്കാനും കഴിയുള്ളൂ. അപ്പൊ എല്ലാവരിലും ആ പരമാത്മാവാണ്. ആ പരമാത്മ തത്വത്തെ ഉപാസിച്ച് അതായിട്ട് തീരലാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. പക്ഷെ അങ്ങനെ ഒരു നിലയിൽ എല്ലാവരിലും പരമാത്മഭാവത്തെ കാണണമെങ്കിൽ മനഃശുദ്ധി ഉണ്ടാവണം, ഭേദഭാവന നീങ്ങണം. ആ വേദത്തിൽ വിധിച്ച കർമ്മങ്ങള് ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിച്ചാൽ മാത്രമേ മനഃശുദ്ധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വേദത്തിൽ കർമ്മങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് മാത്രമേ ശരീരാദി ഉപാധികളെയൊക്കെ മിഥ്യയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവയിലൊക്കെയും സത്യമായിട്ട് പ്രകാശിക്കുന്ന പരമാത്മ തത്വത്തെ ഭജിക്കാനും അതുപോലെ സാക്ഷാത്കരിക്കാനുമായിട്ട് കഴിയുള്ളൂ എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ മനഃശുദ്ധി, ഭക്തി ഇതൊക്കെയാണ് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഘടകങ്ങള് എന്ന് കാണിച്ചു തരുന്നു എന്നാണ്. അത് കഴിഞ്ഞ് പറയുകയാണ്, ദുരവകമാത്മതത്വ നിഗമായതവാത്തതനോ ചരിത മഹാമൃതാബ്ദി പരിവർത്ത പരിശ്രമണ നവനിലഷന്തി കേജിത് അപവർഗമ ഈശ്വരതേ ചരണ സരോജ ഹംസകുല സംഘ വിസൃഷ്ട ഗൃഹ പറയുകയാണ്. ഇവിടെ അതായത് പൊതുവെ ഈ ജീവന് അറിയാനുള്ള, അതായത് പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ എല്ലാറ്റിനെയും മനസ്സിലാക്കാനുള്ള ഉപാധികള്, അതായത് കരണങ്ങള്, ഉപകരണങ്ങള് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെയാണ്. ഇന്ദ്രിയങ്ങൾക്ക് മനസ്സും മനസ്സിന് ബുദ്ധിയും, ബുദ്ധിക്ക് ആത്മാവും കാരണമാണ്. അപ്പൊ ജീവനെ അറിയാനുള്ള കരണങ്ങള് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള് തുടങ്ങിയവയാണ്. ഈ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സും മനസ്സിന് ബുദ്ധിയും ബുദ്ധിക്ക് ആത്മാവും കാരണമാണ്. ആത്മാവിൽ നിന്നാണ് ബുദ്ധി ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ ആ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സും മനസ്സിന് ബുദ്ധിയും ബുദ്ധിക്ക് ആത്മാവും കാരണമായിട്ടിരിക്കെ കാരണതത്വത്തെ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഈ തിരമാല സമുദ്രത്തെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അത് സമുദ്രജലത്തിൽ ലയിക്കുകയാണ് ഉണ്ടാവുക, അല്ലെ? അതുപോലെ ആത്മാവിനെ അറിയാൻ ശ്രമിച്ചാൽ ഇന്ദ്രിയങ്ങള് മനസ്സിലും മനസ്സ് ബുദ്ധിയിലും ബുദ്ധി ആത്മാവിലും ലയിക്കും. അതുകൊണ്ട് ആത്മസ്വരൂപത്തെ ഒരു വിധത്തിലും അറിയാൻ കഴിയില്ല. കാരണം നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് മനസ്സും ബുദ്ധിയും തുടങ്ങിയിട്ടുള്ള ഉപാധികളെ കൊണ്ടാണ്, അല്ലെ? ഏതോ പ്രാപ്യ നിവർത്തന്തേ വാചച്ച മനസ്സസഹ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തില്, അല്ലെ? ആ സൃഷ്ടിയുടെ കാര്യം പറഞ്ഞിരിക്കുമ്പോ. അപ്പൊ ബുദ്ധിയും മനസ്സും വാക്കും ഒക്കെ അവിടെ എത്തിയ പിന്തിരിക്കുകയാണ്. അതിനെ അറിയാൻ കഴിയാതെ അവിടെ നിന്ന് പിന്തിരിയുക അല്ലെങ്കിൽ അതിൽ ലയിക്കുകയാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇപ്പോ ഈ തിരമാല സമുദ്രത്തെ അറിയാൻ ശ്രമിച്ചാല് സമുദ്രജലത്തിൽ ലയിക്കുന്നത് പോലെ ആ ആത്മാവിനെ അറിയാൻ ശ്രമിച്ചാൽ ഇന്ദ്രിയങ്ങൾ മനസ്സിലും മനസ്സ് ബുദ്ധി ആത്മാവിലും ലയിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മസ്വരൂപത്തെ ഒരു വിധത്തിലും നമുക്ക് അറിയാൻ കഴിയില്ല. എന്നാൽ ജീവന്റെ ഉപാധികളായ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ലയിച്ചു കഴിഞ്ഞാലോ ജീവന് ആത്മതത്വമായിട്ട് തീരാനും പ്രയാസമില്ല, അത് കഴിയും. അപ്പൊ ഇവിടെ ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ലയിച്ചാൽ ആ ജീവൻ തന്നെയാണ് ആത്മാവായിട്ട് വളങ്ങണത് എന്ന് അറിയാനും കഴിയും. അപ്പൊ നിഷ്കളങ്ക ഭക്തി കൊണ്ട് ബുദ്ധിയിൽ സത്വഗുണം വളർന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ മനസ്സിലും മനസ്സ് ബുദ്ധിയിലും
ബുദ്ധി ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരും. അപ്പൊ ആത്മതത്വത്തെ ശരിയായിട്ട് നമുക്ക് അനുഭവിക്കാനും പറ്റുന്നതാണ്. അങ്ങനെ ഈ ജീവന്മാർക്ക്, അതായത് ഈ മനസ്സ് ആ നിലയിൽ എത്തണമെങ്കിൽ മനസ്സിന് അത്യന്തമായിട്ടുള്ള ശുദ്ധി ഉണ്ടാവണം. അപ്പൊ ജീവന്മാർക്ക് ശുദ്ധി കിട്ടാനുള്ള മാർഗം എന്താ? ഭക്തി വളർത്തുക. അപ്പൊ ജീവന്മാർക്ക് ഭക്തിയിലൂടെ ചിത്തശുദ്ധിയെ വളർത്തി ഇന്ദ്രിയ മനോബുദ്ധികളെ ആത്മാവിലടക്കി ആത്മസ്വരൂപത്തെ അനുഭവ സ്വരൂപേണ സാക്ഷാത്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പലവിധ അവതാരങ്ങളും സ്വീകരിച്ച് അനവധി ലീലകൾ ചെയ്യുന്നത്. നോക്കൂ, നിർഗുണമായിട്ടുള്ള ബ്രഹ്മത്തെ സംബന്ധിച്ച് ആ ബ്രഹ്മത്തിനെ നമുക്ക് അറിയാനൊന്നും പറ്റില്ല. അത് കഴിയില്ല നമുക്ക് എന്നാണ്. കാരണം നമ്മുടെയൊക്കെ ആ അതായത് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്ന കരണങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ഇതിനൊക്കെ ചില പരിമിതികളുണ്ട്. ഈശ്വരനാണെച്ച പരിമിതി ഇല്ലാത്ത വസ്തുവാണ്. അപ്പൊ ഈ പരിമിതിയുള്ള വസ്തുക്കളെ കൊണ്ട് പരിമിതി ഇല്ലാത്ത ആ വസ്തുവിനെ അറിയാൻ ശ്രമിച്ചാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ പറ്റാത്തത് കൊണ്ട് ആ അപരിമേയന, അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ആ ഭഗവാൻ ജീവന്മാർക്ക് തന്നെ, അതായത് ജീവന്മാരുടെ വാസ്തവ സ്വരൂപമായിട്ടുള്ള ആത്മാവായിട്ടുള്ള തന്നെ അറിയാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അവതാരങ്ങളിലൂടെ ലീലകളൊക്കെ ചെയ്തിട്ട് എന്നാണ്. വാസ്തവത്തിൽ ഭഗവാൻ അവതാരം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ അവതാരം എടുത്ത് ലീലകളൊക്കെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ അവതാര ലീലകളെ മഹാത്മാക്കളുടെ മുഖത്ത് നിന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഭക്തി വളർന്ന് മനഃശുദ്ധി ഉണ്ടാകുന്നതാണ്. ആ ഭക്തി വളരും തോറും മനോമാലിന്യങ്ങളൊക്കെ അകന്ന് മനസ്സില് ആത്മാനന്ദം അനുഭവപ്പെടാൻ തുടങ്ങുന്നതാണ്. അങ്ങനെയുള്ള ഭക്തന്മാര് ആത്മാനന്ദത്തെ അനുഭവിച്ച്, ഭക്തിയിലൂടെ ആത്മാനന്ദത്തെ അനുഭവിച്ച ഭക്തന്മാര് മോക്ഷത്തെ പോലും ആഗ്രഹിക്കില്ല എന്നാണ്. കാരണം ഈ മോക്ഷത്തിനേക്കാളും ഒക്കെ ഉത്കൃഷ്ടമാണ് ആ ഭക്തിയുടെ രസം, അപ്പുണ്ടാവുന്ന ആനന്ദം. അപ്പൊ അതുകൊണ്ട് ഈ മോക്ഷത്തിൽ രണ്ടില്ല, താൻ അതായിട്ട് തീരുകയാണ്. അപ്പൊ ഈ ആ രസം അനുഭവിക്കാൻ ഒരാളില്ല. ഇവിടെ ഭക്തിയിൽ അങ്ങനെയല്ല. ശരിക്കും ഈശ്വരൻ അപ്പുറത്ത് ഇപ്പുറത്ത് താൻ. ആ ഈശ്വരന്റെ ഭാവം ഭക്തി വളർന്ന മനസ്സ് ശുദ്ധമാകുമ്പോ ശരിയായിട്ട് അനുഭവിച്ച് ആ ശരീരത്തെ മറന്ന് ശരിക്കും ധന്യനായിട്ട് തീരാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഭക്തി രസം അനുഭവിച്ച ഭക്തന്മാര് മോക്ഷത്തെ പോലും ആഗ്രഹിക്കുക പതിവില്ല. ശരീരേന്ദ്രിയ മനോബുദ്ധികളെ താനായിട്ട് ധരിക്കുന്ന അവിവേകമാണ് ബന്ധം ജീവന്റെ. ഭക്തന്മാരില് അനുനിമിഷം സത്വഗുണം വളർന്നു വരും. ആ ഭക്തി വളർന്ന സത്വഗുണത്തിനാണ് പ്രാധാന്യം. അപ്പോ ബുദ്ധി സത്വഗുണ പ്രധാനമായിട്ട് തീർന്നാല് പിന്നെ ശരീരത്തിൽ അഭിമാനം ഇല്ലാണ്ടാവും. ഈ ശരീരാദികളിൽ അഭിമാനം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ ജീവന് ബന്ധത്തിന്റെ പ്രതീതി ഇല്ലല്ലോ. ഈ ശരീരമാണ് താനെന്നുള്ള തോന്നല്, അജ്ഞാനം, അതന്നെയാണ് ബന്ധത്തിനും കാരണം. ഇപ്പൊ ആ ശരീരാഭിമാനം നീങ്ങിയതോട് കൂടിയിട്ട് ഭക്തി വളർന്ന് ബുദ്ധി സത്വഗുണ പ്രധാനമായതോടുകൂടെ ശരീരാഭിമാനം ഇല്ലാണ്ടായിട്ട് തീരും. അപ്പൊ പിന്നെ ബന്ധത്തിന്റെ പ്രതീതിയേ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവര് ബന്ധനിവൃത്തിയാകുന്ന മോക്ഷത്തെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് ആ ശരീരാഭിമാനം ഇല്ലാത്തത് കൊണ്ട് പിന്നെ എപ്പോഴും അവര് ശരിക്കും നിത്യമുക്തന്മാർ തന്നെയാ. പിന്നെ ഒരു മോക്ഷം എന്നൊരവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവര് ഇരിക്കുമ്പോ തന്നെ മോക്ഷസ്വരൂപികൾ തന്നെയാണ്. മോക്ഷം തന്നെയാണ് അവരുടെ സ്വഭാവം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ സ്വഭാവം ആയിട്ടിരിക്കുന്നത്. ഈ മോക്ഷം നേടേണ്ടതായിട്ടൊരു വസ്തുവല്ല. അതാണ് എന്നൊന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി. അതാണ് അവിടെ വേണ്ടത്. അങ്ങനെ ഇപ്പോ ഭഗവത് കഥാമൃത ആസ്വാദനത്തിലൂടെ ഭക്തിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃതികള് മോക്ഷത്തെ പോലും ആഗ്രഹിക്കില്ല. ആ സ്ഥിതിക്ക് തുച്ഛങ്ങളായിട്ടുള്ള ശബ്ദാദി വിഷയങ്ങളുടെ പിന്നാലെ പോകുവോ ഭക്തന്മാര്? ഇല്ല. അപ്പൊ ഭക്തിയാണ് പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്ന് വിരക്തി നേടാനും ആ മനഃശുദ്ധി വരുത്താനും ആ ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് ആത്മതത്വത്തെ അനുഭവിക്കാനും നല്ല മാർഗം ആ ഭക്തി എന്ന ഉപാധി. ആ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഓരോരോ ലീലകള് അനുസ്മരിക്കുന്നത്. നോക്കൂ, അന്ന് ഭഗവാൻ അവിടെ ആ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് നിർഗുണ സ്വരൂപിയായിട്ട് ബ്രഹ്മം ആ ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ വന്നത് കൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 1088 ദിവസങ്ങളായിട്ട് ആ ഭഗവാന്റെ മാഹാത്മ്യം ഇവിടെ ഇരുന്ന് പറയാൻ പറ്റിയത്. ആ പറയുന്ന സമയത്ത് നമ്മള് ഒക്കെ മറക്കുകയല്ലേ ഉണ്ടാവുന്നത്. നമ്മളെ മറക്കണോ, ദേശകാലങ്ങളെ മറക്കണോ, സമയം പോണതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പോ ഞാൻ ഇത് ഏൽക്കുന്ന സമയത്ത് 90 ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഏറ്റത് അബദ്ധമായോ, എങ്ങനെ ഈ 90 ദിവസം നമ്മൾ കഴിച്ചു കൂട്ടുക എന്നുള്ള ഭാവത്തിലാണ്. ഇപ്പോ തോന്നുന്നത് എന്താ, എത്ര പെട്ടെന്ന് അപ്പൊ അതൊന്ന് കഴിഞ്ഞു പോയത് എന്നാണ്. ഇനിയിപ്പോ 2 ദിവസമേ ഉള്ളൂ എന്നാണ്.
അപ്പൊ ഇവിടെ നമ്മൾ ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭഗവാന്റെ ലീലകളെ കുറിച്ച് അനുസ്മരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം മറക്കുകയാണ് എന്നാണ്. അങ്ങനെ മറന്ന ആ ആനന്ദം അനുഭവിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്തിനാ മോക്ഷം? മോക്ഷമൊന്നും ആവശ്യമില്ല. ആ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുക എപ്പോഴും അല്ലേ. അതുകൊണ്ടാണ് പൃഥ്വിമഹാരാജാവ് എനിക്ക് ഭഗവാനെ അവിടുത്തെ മോക്ഷവും വേണ്ട, ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങളോ അതുപോലെ സ്വർഗലോകത്തിന്റെ അനുഭവം അതൊന്നും ആവശ്യമില്ല, മോക്ഷവും വേണ്ട, പിന്നെ എന്താ വേണ്ടത്? അവിടുത്തെ കഥകൾ കേട്ടിട്ടും എനിക്ക് കൊതി തീരണില്ല. അതിനോ ഇനി എനിക്ക് ഈ കഥ കേൾക്കാൻ 2 ചെവിയില്ലേ ഉള്ളൂ. ഈ 2 ചെവി കൊണ്ട് കഥ കേട്ടിട്ട് കൊതി തീരണില്ല. അപ്പൊ എന്ത് വേണം? 1000 ചെവികൾ തരൂ എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനെ കൊണ്ടും ഭഗവാന്റെ കഥകൾ കേൾക്കത്തക്ക വിധത്തില് ഭഗവത് അനുഭവം അനുഭവിക്കത്തക്ക വിധത്തിലാക്കി തീർക്കണം. അപ്പൊ ശരീരത്തിലെ സകല കോശങ്ങളെയും ഈശ്വരന്റെ പ്രഭാവം കൊണ്ട് നിറയ്ക്കാൻ കഴിയണം നമുക്ക് എന്നാണ്. അപ്പോഴാണ് നരൻ നാരായണനായിട്ട് മാറുക. അപ്പോഴാണ് ശരിയായിട്ട് വാസ്തവ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുക. അപ്പൊ നിരന്തരം ഭഗവത് കഥാശ്രവണം, അത് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയതാണ് ഭഗവാൻ ഈ അവതാരങ്ങളിലൂടെ എന്നാണ്. പിന്നെ മറ്റ് ശരീരങ്ങളെക്കാളും ഒക്കെ ആ ഉത്കൃഷ്ടമായിട്ടുള്ള ഭാവമാണ് മനുഷ്യ ശരീരത്തിന്. ആ ശരീരത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും പറയുകയാണ്. ത്വതനുപദം കലായമിതമാത്മസ്വകൾ പ്രിയവച്ചരതി തദോന്മുഖേ ത്വയി ഹൃദേ ത്വയി ഹിതേ പ്രിയ ആത്മനിജാനഭത യമന്ത്യഹോ അസതുപാസനയ ആത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃത. നോക്കൂ, ഈശ്വര നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത ഭഗവാൻ തന്നെയാണ് ശരിക്ക്. അല്ലെങ്കിൽ ഈ മനുഷ്യ ശരീരം കൊണ്ട് ഈശ്വരനെ അനുഭവിക്കാൻ വളരെ പറ്റിയ ഒരു ശരീരമാണ് ഈ മനുഷ്യ ശരീരം. അല്ലെങ്കിൽ ഈശ്വരന്റെ പ്രഭാവം കൂടുതലായിട്ട് പ്രകാശിക്കുന്നത് ഈ മനുഷ്യ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരം സർവശ്രേഷ്ഠമായിട്ട് തീർന്നത്. അപ്പൊ മനുഷ്യ ശരീരം മറ്റെല്ലാ ശരീരങ്ങളെക്കാളും ഉത്കൃഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ശരീരം കൊണ്ട് നമ്മളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ലോകത്തിന്റെ നന്മയ്ക്കായിട്ടും വരുന്നുണ്ട്, അത് ചിലപ്പോ അപകടത്തിനായിട്ട് വീണ്ടും വിചാരമില്ലാണ്ട് ചെയ്യുന്ന സമയത്ത് അത് അപകടത്തിനായിട്ടും കാരണമാവുന്നുണ്ട്. നോക്കാം, ആ മനുഷ്യന്റെ ബുദ്ധി ഈ ലോകത്തെ തന്നെ തന്റെ ഒരു ഉള്ളം കയ്യിൽ ഒതുക്കത്തക്ക വിധത്തിൽ ആ മനുഷ്യന്റെ ബുദ്ധി വികസിച്ചിരിക്കുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ആ ഭാവങ്ങളാണ് ഇപ്പോ മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ട് ഈ ലോകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അതായത് ആ ഭാവത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും മറ്റും കാര്യങ്ങളും അല്ലെ. ലോകം തന്നെ അതിശയിക്കുകയല്ലേ ഈ ഭാവം കണ്ടിട്ട്. നോക്കിപ്പോ ഈ ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന ഒരു മഹാമാരി വന്നു നമുക്ക്. അതിന്റെ തീക്ഷണതയില് ലോകം മുഴുവൻ ഇങ്ങനെ വല്ലാണ്ട് തപിക്കുമ്പോ ഇവിടെയുള്ള ആ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് സാധിച്ചത്. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെയുള്ള ചില അതായത് ആ ശാസ്ത്രമൊക്കെ പഠിച്ച് ആ അറിവ് നേടിയിട്ടുള്ള കൂട്ടര് അതിനെ പ്രതിരോധിക്കാനുള്ള ആ ഔഷധം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. എത്ര പെട്ടെന്ന് അത് പ്രാവർത്തികമായി വിജയിച്ചത് ഒന്നാലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ മനുഷ്യ ശരീരം മറ്റെല്ലാ ശരീരങ്ങളെക്കാളും ഉത്കൃഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഈ ലോകത്തിലെ അനുഭവങ്ങളെയൊക്കെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിലൊക്കെ നമ്മൾ കേമന്മാരാണ് എന്ന് അഭിമാനിക്കാൻ തക്ക വിധത്തിലുള്ള ആ ഭാവങ്ങളൊക്കെ നമ്മൾ ഈ മനുഷ്യ ശരീരം കൊണ്ട് നേടിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അല്ല നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ശാസ്ത്രം എന്താ പറയണത്? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ. അപ്പൊ നമുക്ക് ഈശ്വരനെ അറിയാനുള്ള ആ ബുദ്ധിയെ നമ്മൾ ഈ പല വിധത്തിലും ആ പുറമേക്ക് വ്യാപരിപ്പിച്ചിട്ട് പുറമേയുള്ള അനുഭവങ്ങളെ അനുഭവിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടുത്തെ സുഖമാണ് നമ്മൾ നോക്കുന്നത്. വാസ്തവത്തിൽ അവിടുത്തെ സുഖമൊന്നും സുഖമല്ല. ഇനിയിപ്പോ ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കേണ്ടെന്നല്ല, അത് എതിരെന്നല്ല, നല്ല കാര്യമാണ്. നമുക്കൊക്കെ വളരെ വലിയൊരു ആശ്വാസമാണ്. നമുക്കെന്ന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ആശ്വാസമാണ് നമ്മൾ അതിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ ജീവന്റെ അടിസ്ഥാനം ഇതൊന്നും അല്ല. ഇനിയിപ്പോ ഇതിന് ഒരു പ്രതിരോധ മരുന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അതൊക്കെ വേറൊരു അസുഖം വരില്ല എന്ന് ആര് കണ്ടു? അപ്പൊ ഈ അതൊക്കെ ശരീരത്തിന്റെ സ്വഭാവമാണ്, ലോകത്തിന്റെ സ്വഭാവമാണ്. ഇങ്ങനെ അസുഖം വരലും അതുപോലെ ദുരിതം അനുഭവിക്കലും അതിൽ പൊട്ടിട്ട് മനുഷ്യന്മാരെ ക്ലേശിക്കലും ഒക്കെ ലോകത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെയോ ആ ആനന്ദത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ വിളങ്ങുന്ന ആ പരമതത്വത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മനുഷ്യജന്മം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിന്റെ ആത്മാവിന്റെ സ്വഭാവം നമ്മൾ അതായത് കിട്ടിയ ഈ മനുഷ്യ ശരീരത്തില് ആ ഭഗവാൻ ശരിക്കും പ്രിയപ്പെട്ടവനായിട്ട് തന്നെ പോലെ ഇഷ്ടനെ പോലെ ബന്ധുവിനെ പോലെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് വിളങ്ങുന്നത് ഈശ്വരനാണ്.
ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഏറ്റവും അടുത്തായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുക. ഈ ശരീരത്തെ പല പ്രകാരത്തിലും നമ്മൾ ഊണൊക്കെ കഴിച്ച് രാത്രി സുഖമായിട്ട് അത്താഴമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. നമ്മൾ ഉറങ്ങി നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൽ ഒരാള് അയാൾ ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ എണീറ്റാൽ നമ്മള് ആ ഉറക്കത്തെ കുറിച്ച് റിമാർക്ക് പറയാറുണ്ട്. എന്താ? ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന്. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആള് സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണമെങ്കിൽ ഉറക്കം സുഖമാണെന്ന് ബോധിപ്പിക്കാൻ നമ്മൾ ഉറങ്ങണ സമയത്ത് ഉറങ്ങാത്ത ഒരാൾ ഇവിടെ അകത്തിരിക്കുന്നത് കൊണ്ടല്ലേ അത് പറയാൻ പറ്റിയത്. അപ്പൊ നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട് ഉറങ്ങാതെ ഒരു വസ്തു ഒരാൾ ഇതിനകത്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ആ ഇഷ്ടനായിട്ട് ആത്മാവിനെ പോലെയും ആ ഇഷ്ടനെ പോലെയും ബന്ധുവിനെ പോലെയും ഈ ശരീരം നമ്മുടെ സ്വാധീനത്തിൽ ഇരിക്കുകയാണ്. അല്ലേ? ഒരാള് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ നമ്മുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഇരുന്ന്. അല്ലെ? ഈ ഒരു തത്വം ദക്ഷന്റെ കഥ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. ആ ഹംസമുഖ്യം എന്നുള്ള ആ മന്ത്രത്തിലാണോ എന്നൊരു സംശയം, എനിക്ക് ഏതാണെന്ന് ഓർമ്മയില്ല. അതായത് ഈ ഒരു ഭാവം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ചതുർത്ഥ സ്കന്ധത്തിലോ മറ്റോ എന്നാണ്. അതായത് ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വെമ്പിക്കൊണ്ടിരിക്കുക. എത്ര പ്രിയപ്പെട്ടവനായിട്ട് എന്നാണ്, ബന്ധുവിനെ പോലെ എന്നാണ്. തനിക്ക് തന്നെ പോലെ തന്നെ തന്നെ വേണ്ട വിധത്തിൽ പരിരക്ഷിച്ചുകൊണ്ട് ഏതൊക്കെ പ്രവർത്തനം, ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ വേണ്ടതുപോലെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കണു. അല്ലെ? നോക്കൂ, ഈ കൈക്ക് എടുക്കാനുള്ള ശക്തി, കാലിന് നടക്കാനുള്ള ശക്തി, കണ്ണിന് കാണാനുള്ള ശക്തി, ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ടും ആ ജീവന്മാരെ അനുഗ്രഹിക്കാൻ ഇരിക്കുന്നവനായിട്ട് നമ്മുടെ ഉള്ളില്, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തെ സാധിപ്പിക്കുന്നവനായിട്ട്. നോക്കൂ, നമ്മൾ ഓരോ പദാർത്ഥങ്ങളെ, ഇന്ദ്രിയങ്ങൾ, സുഖങ്ങളായിക്കോട്ടെ, ഓരോ ഇന്ദ്രിയ വിഷയങ്ങളെയും അതത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ആനന്ദം ഉണ്ടല്ലോ, വിഷയാനന്ദമാണെങ്കിലും അത് കുറച്ചു നേരത്തേക്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ആനന്ദം ആരാ തന്നുകൊണ്ടിരിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ഇഷ്ടത്തെയൊക്കെ സാധിപ്പിക്കുന്നവനായി, പ്രിയപ്പെട്ടവനായി, ആത്മാവായിട്ട് ഇരിക്കുന്ന ആ ഭഗവാനെ ആ ജീവന്മാർക്ക് ഭജിക്കാൻ തോന്നുന്നില്ലല്ലോ എന്നാണ്. ഒന്ന് നമ്മൾ ഈ മനുഷ്യ ശരീരത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരന്റെ പ്രഭാവം അറിയാൻ ദൂരെ എങ്ങും ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതന്നെ ഞങ്ങളുടെ സ്വാമിജി പറയും, ഇത് വലിയൊരു കമ്പനിയാണ്. ആ വലിയൊരു കമ്പനിയുടെ ഫോർമാനാണ് നമ്മളൊക്കെ. ഇത്ര നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ആ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ ഇവിടെ നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ജോലിയില്ല, കൂലിയില്ല എന്ന് പറഞ്ഞിട്ട്. നാണുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയൊരു കമ്പനിയുടെ ഫോർമാനാ. ഒന്ന് ചിന്തിച്ചു നോക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു പ്രവർത്തനം, ഒരു ചിട്ടയായിട്ടുള്ള ഭാവം വേറെ എവിടെ കാണുക? വേണ്ടതുപോലെ അതിനെ നിയന്ത്രിച്ച് അത്യാശ്ചര്യം തോന്നുന്നതാണ്. അതായത് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് രൂപം കൊള്ളുന്ന സമയത്ത് കണ്ണിന്റെ സ്ഥാനത്ത്, മൂക്കിന്റെ സ്ഥാനത്ത് എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തു വന്നാലും ഇനി പട്ടണയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് വരെ നമ്മളെ സർവപ്രകാരത്തിലും രക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മുടെ ഉള്ളില് ആ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനെ ഭജിക്കാൻ നമുക്ക് എന്തുകൊണ്ടാ തോന്നാത്തത്? ആനന്ദത്തെ പ്രദാനം ചെയ്യാനുള്ള ആൾ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അതിനെ വിട്ടിട്ടല്ലേ ആ ലോകത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങനെയുള്ളവരെ കഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്, ശ്രുതികൾ എന്നാണ്. നോക്കൂ, ഈ കാണുന്നതൊക്കെ വെറും വ്യാവഹാരികമായിട്ടുള്ള സപ്തമാത്ര ഇതിൽ കാണുന്നതിനൊക്കെ ഉള്ളു. ലോകത്തിനും ലോകത്തെ അനുഭവിക്കുന്ന ഈ ശരീരത്തിനും മറ്റുമൊക്കെ അജ്ഞാനാവസ്ഥയിൽ മാത്രം സത്യമായി തോന്നപ്പെടുന്നതായ ഈ ശരീരത്തെ സുഖിപ്പിക്കാനും ആ ശരീര സുഖത്തിനായുള്ള തുച്ഛ വിഷയങ്ങളെ സമ്പാദിക്കാനും അനുഭവിക്കാനും പ്രയത്നിച്ചുകൊണ്ടാണ് ആളുകൾ അവരുടെ ആയുസ് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ശരീരത്തിന് വല്ല സത്യത്വം ഉണ്ടോ? അജ്ഞാനദശയിൽ മാത്രം അത് സത്യമായിട്ട് തോന്നുകയാണ്. വാസ്തവത്തിൽ അത് സത്യമല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നോക്കൂ, നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന് വ്യാവഹാരിക അവസ്ഥയും മറ്റത് പാരമാർത്ഥിക അവസ്ഥയും. ഈ പാരമാർത്ഥിക അവസ്ഥയാണ് ജീവന്റെ പരമമായിട്ടുള്ള അവസ്ഥ. വ്യാവഹാരിക അവസ്ഥ എന്താ? പാരമാർത്ഥികമായിട്ടുള്ള സത്യത്തെ അറിയാതെ ഇരിക്കുന്ന സമയത്തുള്ള അവസ്ഥയാണ് ഈ വ്യാവഹാരികം.
അവിടെയാണ് ജീവനും അതുപോലെ സുഖവും ദുഃഖവും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ പറയണ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ ഈ വ്യാവഹാരിക തലത്തിൽ മാത്രമാണ്. പാരമാർത്ഥിക തലത്തിലേക്ക് എത്തിയാൽ ഇതൊന്നുമില്ല. അവിടെ ഇരിക്കുന്നത് സാന്ദ്രാനന്ദാവബോധം, അത് മാത്രമാണ്. അപ്പോ അതിനെ അനുഭവിക്കാനായിട്ട് കിട്ടിയതായിട്ടുള്ള ഈ ജന്മത്തെ ഈ ശരീര സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, തുച്ഛ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാഴാക്കി കളഞ്ഞാൽ ശരിക്കും സ്വന്തം ശ്രേയസിനെ തന്നെ നശിപ്പിക്കുന്ന കൂട്ടരാണ് അങ്ങനെയുള്ളവര്. എത്ര ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഭാഗവതം അത് പറയുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ ആത്മഹത്യക്കാരായിട്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ അഭിപ്രായത്തില്. അവര് ശരീരാഭിമാനം നിമിത്തം പുണ്യവും പാപവുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണോ, ആ കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കാനായിട്ട് തുച്ഛങ്ങളായിട്ടുള്ള ശരീരങ്ങളെ സ്വീകരിച്ച് ജനന മരണങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഈ സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മോചനമാണ് വേണ്ടത് ശരിക്ക്. അതിന് ആ മോചിപ്പിക്കാൻ കഴിവുള്ള ആള് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. ആ ഭഗവാനെ നോക്കാണ്ട് ആ ഭഗവാനെ നോക്കാനും അനുഭവിക്കാനും ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായിട്ട് കിട്ടിയ ജന്മത്തെ നമ്മൾ പാഴാക്കി കളയുകയാണ് എന്നാണ്. അതാണ് അവിടെ പറയുന്നത് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണ്, നവൃതമരുൺ മനോക്ഷദൃഢയോഗയുജോ ഹൃദയ മുനയോ ഉപാസതേ തതരയോപിയു സ്മരണാൽ ത്രിയ ഉരകേന്ദ്ര ഭോഗഭുജ ദണ്ഡ വിഷക്ത ധിയോ വയമഭിതേ സമാസമദൃശോങ്കൃ സരോജസുധാ. അതായത് ഈ പ്രാണായാമം കൊണ്ട് ആ പ്രാണനെയും വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും യോഗം കൊണ്ട് മനസ്സിനെയും അടക്കിയ യോഗികള്, മഹർഷിമാര് അല്ലെങ്കിൽ മുനിമാര് ഹൃദയത്തിൽ ഏതൊരു ഭഗവാനെയാണോ ഉപാസിക്കുന്നത് അതേ ഭഗവാനെ ഇപ്പോ യോഗാവസ്ഥയിലാണ് ഋഷിമാര്, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ഏറ്റവും ഉയർന്ന കൂട്ടരെയാണ് യോഗികൾ എന്ന് പറയുക. അവര് പ്രാണായാമം കൊണ്ട് പ്രാണനെയും വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും യോഗം കൊണ്ട് മനസ്സിനെയും അടക്കിയ കൂട്ടരാണ്. അവര് ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ പ്രാണനെയും അടക്കിയിട്ട് ആ മനസ്സില് ഭഗവാനെ എങ്ങനെ ഉപാസിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിനെയൊക്കെ നിയന്ത്രിച്ചാലേ ഭഗവാനെ ശരിക്കും ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഉപാസിക്കുകയാണ്. അങ്ങനെയുള്ള ഈ പ്രാണായാമം കൊണ്ട് പ്രാണനെയും വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും യോഗം കൊണ്ട് മനസ്സിനെയും അടക്കിയ മഹർഷിമാര് ഹൃദയത്തില് ആ ഏതൊരു ഭഗവാനെയാണോ ഉപാസിക്കുന്നത് അതേ ഭഗവാനെ ശത്രുഭാവത്തിലുള്ള നിരന്തര സ്മരണ കൊണ്ട് ശിശുപാലാദികളെ പ്രാപിച്ച് മുക്തരായി തീരുകയാണ് ഉണ്ടായത്. നോക്കൂ, ആ യോഗികൾക്ക് ഭഗവാനെ ഉപാസിക്കാൻ ഒരുപാട് പ്രയത്നം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇവിടെ ശിശുപാലാദികൾ വെറും ശത്രുഭാവത്തിൽ സ്മരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് പ്രയോജനം ഉണ്ടായി. ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള കൈകളെ കൊണ്ട് ആലിംഗന സുഖത്തെ കാക്ഷിച്ചവരായിട്ടുള്ള ഗോപസ്ത്രീകള് ആ ഭഗവത് സ്മരണയുടെ തീവ്രത കൊണ്ട് ഭഗവാനെ തന്നെ പ്രാപിച്ച് മുക്തകളായിട്ട് തീർന്നു. അപ്പൊ വലുതിലും ചെറുതിലും അകത്തും പുറത്തും നിറഞ്ഞ പരമാത്മാവാണ് അവിടുന്ന് എന്നറിഞ്ഞിട്ട് ആ പാതാരബിന്ദങ്ങളെ സേവിച്ചുകൊണ്ട് കഴിയുന്ന ആ ശ്രുതി ദേവതകളായിട്ടുള്ള ഞങ്ങളും പ്രാപിക്കുന്നത് അതേ ഭഗവാനെ തന്നെയാണ് അല്ലെ. അതായത് വേദത്തിൽ പല ദേവതാ സങ്കല്പങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ദേവതകളുടെയൊക്കെ പരമസ്ഥാനമായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെ. അപ്പോ ആ ദേവതകൾ അവരവരുടെ ആ പ്രവൃത്തി കൊണ്ട് എത്തുന്നത് ഭഗവാനിലാണ്. അങ്ങനെ മഹർഷിമാരുടെയും ശത്രുക്കളുടെയും സ്ത്രീകളുടെയും ശ്രുതിദേവതകളുടെയും ഉപാസനാ മാർഗം ഭിന്നങ്ങളാണെങ്കിലും മഹർഷിമാര് യോഗബലം കൊണ്ടാണ്, അതുപോലെ ശിശുപാലാദികളൊക്കെ വൈരഭാവം കൊണ്ടാണ്. അപ്പൊ ഇത് അതുപോലെ തന്നെ ആ സ്ത്രീകളാണെച്ചാൽ കാമഭാവത്തിലാണ് ഗോപസ്ത്രീകള്, ശ്രുതിദേവതകളാണെച്ചാലോ അവരുടെ കർത്തവ്യങ്ങള്, അതായത് ഓരോ ദേവനും അവരുടേതായിട്ടുള്ള കർത്തവ്യം, അഗ്നി കത്തുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത്, ഇതൊക്കെ അവരുടെ പ്രവൃത്തി, അവര് നിക്ഷിപ്തമായിട്ട് പ്രവൃത്തി ചെയ്യുന്നതോടുകൂടി അവര് ഭഗവാനെ പൂജിക്കുകയാണ് അവരുടെ ആ കർമ്മം കൊണ്ട്. അപ്പൊ ഇങ്ങനെ ആ മഹർഷിമാരുടെയും ശത്രുക്കളുടെയും സ്ത്രീകളുടെയും ശ്രുതിദേവതകളുടെയും ഉപാസനാ മാർഗം വിഭിന്നങ്ങളാണ്. മഹർഷിമാരുടെ യോഗഭാവമാണ്, സ്ത്രീകളാണെച്ച കാമഭാവത്തിലാണ്, ശിശുപാലാദികളാണെച്ച ദേഷ്യഭാവത്തിലാണ്. അതൊക്കെ വിഭിന്നമായിട്ടുള്ള ഭാവങ്ങളാണ്. പക്ഷെ അവരൊക്കെ എത്തിച്ചേരുന്ന ലക്ഷ്യമോ പരമാത്മാവായിട്ട് ഭഗവാനാണ്. അതിന് കാരണം എല്ലാവരുടെയും മനസ്സ് നിരന്തരം ഭഗവത് സ്മരണയിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഭഗവത് സ്മരണയ്ക്കാണ് പ്രാധാന്യം. ഏത് തരത്തിൽ നമ്മൾ ഈശ്വരനെ സ്മരിക്കുന്നുവോ ആ സ്മരണയിലൂടെ നമുക്ക് ഈശ്വരനിലെത്താം. ആ സ്മരണയുടെ സ്വഭാവം ഓരോരുത്തരും അവരവരുടെ ഭാവത്തിനനുസരിച്ച് ഓരോ പ്രകാരത്തിലാവാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്മരിക്കുന്നത് ഭഗവാനെയാണ്.
അത് പ്രേമത്തിന്റെ രൂപത്തിലാണെങ്കിലും വേണ്ടില്ല, ദേഷ്യത്തിന്റെ രൂപത്തിലാണെങ്കിലും വേണ്ടില്ല, ഭക്തിയുടെ രൂപത്തിൽ ആണെങ്കിലും വേണ്ടില്ല. വിഭിന്ന, അതായത് ഒരു സ്ഥലത്തേക്ക് എത്താൻ പല വഴികളുള്ളത് പോലെ ലക്ഷ്യം ആ ഒരു സ്ഥലമാണ്. ഏത് വഴിയിലൂടെ ചെന്നാലും ആ ലക്ഷ്യത്തിലെത്തുക, അവിടെ എത്തുക അല്ലെ. അപ്പോ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അപ്പൊ ഏത് ഭാവത്തിൽ നമ്മൾ ആരാധിച്ചാലും, ഏത് ഭാവത്തിൽ പ്രയത്നിച്ചാലും എത്തേണ്ടത് ലക്ഷ്യസ്ഥാനം ഈശ്വരനാണ്. അതിനെ കാണിച്ചു തരികയാണ് ഈ ശ്ലോകത്തിൽ എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ പറയുക ഭഗവാനെ, കൈഹ നുവേദ ഭദാവര ജന്മലയോഗ്രസരം ഏത ഉദകാദൃഷിമൻ ദൃഷീരമന്യുദേവഗണ ഉഭയേ തർഹിത തന്നചാസുദുഭയം ന ച കാലജവാ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീത യഥാ. ഈ ഈശ്വരൻ എന്ന് വെച്ചാല് എല്ലാറ്റിനും ആദിയിലുള്ള ആളാണ് അല്ലെ. ഈ കാണുന്നതൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പുള്ളത് ഈശ്വരനാണ്, ആ ബ്രഹ്മാണ്. അഹമേവാസമേവാഗ്രേ, ആ തത്വമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. എല്ലാറ്റിനും ആദിയിലുള്ളവനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ പിന്നീട് ഉണ്ടായിട്ടുള്ള ആർക്കാണ് അറിയാനായിക്കൊണ്ട് കഴിയുക? അതായത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണക്കാരനാണ് ബ്രഹ്മാവ് എന്നാണ് നമ്മളൊക്കെ പറയുക. അപ്പൊ ഈ ആദി സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് ആ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ബ്രഹ്മാവിൽ നിന്നാണ് ആദി ദൈവികന്മാരും ആധ്യാത്മികന്മാരുമായിട്ട് രണ്ട് തരത്തിലുള്ള ദേവഗണങ്ങൾ ഉത്ഭവിച്ചത്. ആ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനെയും തന്നിൽ ലയിപ്പിച്ചിട്ട് പ്രളയകാലത്ത് ഭഗവാൻ യോഗനിദ്രയിൽ മുഴുകുന്ന സമയത്ത് സ്ഥൂലങ്ങളായിട്ടുള്ള ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങളോ, സൂക്ഷ്മങ്ങളായിട്ടുള്ള അഹങ്കാരതത്വം, മഹത്തത്വം, പ്രകൃതി എന്നിവയോ, അവയെ പ്രേരിപ്പിക്കുന്ന കാലമോ, ഇവയ്ക്കൊക്കെ പ്രമാണമായിട്ടുള്ള വേദങ്ങളോ ശേഷിക്കുന്നില്ല. എല്ലാം ഭഗവാനിലേക്കാണ്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പുള്ളവനും പ്രളയത്തിൽ ശേഷിക്കുന്നവനുമായതിനാല് അവിടുന്ന് അനാദിയും അനന്തനുമാണ്. അപ്രകാരമുള്ള ഭഗവാനെ ലോകത്തില് ആർക്കാണ് അറിയാൻ കഴിയുക? ആർക്കും അറിയാൻ വിഷമാണ്, കഴിയില്ല എന്നാണ്. എല്ലാറ്റിനും ആദിയിലുള്ള ആളാണ്. ഈ കാണുന്നതൊക്കെ ഇല്ലാണ്ടായാലും ശേഷിക്കുന്നത് അവിടുന്ന് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ അറിയാൻ പ്രയാസം തന്നെയാണ്, അറിയാൻ ആയിട്ട് കഴിയില്ല എന്നാണ്. അപ്പൊ എല്ലാറ്റിനും അടിസ്ഥാന തത്വമായിട്ടിരിക്കുന്നത് ആ ഭഗവാൻ. ആ ഭഗവാനാണ് വെച്ചാൽ ഒരിക്കലും നാശമില്ലാത്തതായിട്ടുള്ള വസ്തു. ആ ഭഗവാനിലാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഉണ്ടായി നിലനിന്ന് ലയിച്ചാലും ഈ കാണുന്ന വസ്തു, അതായത് അതിന് കാരണമായിട്ടുള്ള വസ്തുവിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല, അതിനുണ്ടാവലും ഇല്ല, ആ പറഞ്ഞതുപോലെ നാശവും ഇല്ല എന്നാണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല എന്നാണ്. അത് നിത്യസത്യമായിട്ട് വളരുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമുക്കറിയാൻ പ്രയാസമാണ്. എന്താ കാരണം? നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള കരണങ്ങളെ കൊണ്ടാണ്. അതൊക്കെ നശിക്കുന്നതാണ്, എല്ലാം നശിക്കും. ഈ കാണുന്ന നമ്മുടെ ശരീരത്തിലെ തത്വങ്ങളൊക്കെ സൂക്ഷ്മഭാവത്തില് ആ പ്രളയത്തിലൊക്കെ ഈശ്വരനിലേക്ക് ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ അറിയാൻ പ്രയാസം തന്നെയാണ് എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എല്ലാറ്റിനും മുമ്പുള്ളതും അതുപോലെ എല്ലാറ്റിനും ശേഷം ബാക്കിയായി തീരുന്നതും അങ്ങനെ ആദ്യന്തങ്ങളില്ലാത്തതുമായിട്ടുള്ള അങ്ങയുടെ മഹിമയെ അല്പനും ആ ക്ഷണിക ജീവന്മാരുമായിട്ടുള്ള മനുഷ്യന്മാരെ എങ്ങനെ അറിയുക? പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ആദ്യം ബ്രഹ്മാവും അദ്ദേഹത്തിൽ നിന്ന് ഈ അതിദൈവവും ആധ്യാത്മികവുമാകുന്ന രണ്ടു തരം ദേവഗണങ്ങൾ ഉണ്ടായി. അതിന് ശേഷമാണ് മറ്റെല്ലാ ജീവന്മാരും ഭൂമിയിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുക. അപ്പൊ സൃഷ്ടികാലത്ത് ആർക്കും ഭഗവാനെ അറിയാൻ സാധ്യമല്ല. കാരണം സൃഷ്ടിയുടെ കാലത്ത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, അതിനുശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായത്. അപ്പൊ പിന്നെ ആ ആദ്യം ഉണ്ടായ ആളെ ഈ പിന്നെ ഉണ്ടായ ആളുകൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ലയത്തിലാണെങ്കിൽ എല്ലാം ഈ സൃഷ്ടിക്കപ്പെട്ട ഈ പദാർത്ഥങ്ങളൊക്കെ ഭഗവാനിൽ ലയിക്കണു. അപ്പൊ പിന്നെ ആ ലയത്തിലാണെങ്കിൽ എല്ലാം തന്നിലടക്കി ഭഗവാൻ ശയിക്കുകയാണ്. അപ്പോഴും ആ ജ്ഞാനോപകരണമില്ലാത്ത ജീവന്മാർക്ക് ഭഗവാനെ അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ അറിയാൻ ശ്രമിച്ചതായിട്ടുള്ള ബുദ്ധിയും മനസ്സും ഒക്കെ ആ സൃഷ്ടി ലയത്തില് എല്ലാം ലയിച്ചു കഴിഞ്ഞു ഭഗവാനില്. അപ്പൊ പിന്നെ അവിടെ അറിയാനുള്ള ഉപകരണങ്ങളില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പോഴും സാധിക്കില്ല. എന്നാൽ ഉൽപ്പത്തി ലയങ്ങളുടെ രണ്ടിന്റെയും മധ്യത്തിലാണെങ്കിൽ അപ്പോഴും അസാധ്യ. അതായത് ജീവന്മാരായിട്ട് പ്രകാശിക്കുന്ന സമയത്തും ഈശ്വരനെ അറിയുക എന്നുള്ള കാര്യം അസാധ്യമാണ്. അതായത് സ്ഥൂല സൂക്ഷ്മഭൂത നിർമ്മിതവും കാലാധീനവുമായിട്ടുള്ള ശരീരാദി ഉപാധികള് മധ്യകാലത്തും അതുപോലെ തന്നെ ആ ഭഗവത് ജ്ഞാനത്തിന് തടസ്സങ്ങൾ തന്നെയാണ്.
അപ്പൊ ഈശ്വരജ്ഞാനം കാരണം എന്താ? മധ്യകാലത്തും ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള ഭാവം തടസ്സമാണെന്ന് പറയാൻ കാരണം ആ സമയത്ത് നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ വിഷയങ്ങളെ അനുഭവിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ ഈശ്വരജ്ഞാനം സുഗമമായിട്ട് കിട്ടില്ല മനുഷ്യന്. അപ്പൊ ശാസ്ത്രങ്ങൾക്കും ഈശ്വരനെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. ശാസ്ത്രങ്ങളും ഈശ്വരന്റെ വാസ്തവ സ്വരൂപത്തെ പറയാൻ ശാസ്ത്രങ്ങൾക്കും വിഷമാണ്. അപ്പൊ ചുരുക്കത്തില് ഭഗവാനെ അറിയണോ, ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുമ്പോഴാണ് ഒരാൾക്ക് ഈശ്വര മഹിമയെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വേണ്ടത് എന്താ? ആ ഭഗവാനെ ഭജിക്കുക. എല്ലാവരുടെയും കർത്തവ്യമായിട്ടിരിക്കുന്നത് ഈശ്വര ഭജനം, ഭഗവത് ഭജനം തന്നെ. അതാണ് കാണിച്ചു തരുന്നത് എന്നാണ്. ഇനി ആ ഭഗവാന്റെ ഭാവത്തെക്കുറിച്ച് ഓരോരുത്തരും ഓരോ പ്രകാരത്തിൽ പറയുക. അതിനെക്കുറിച്ചാണ് പിന്നെ പറയണത്. ജനിമസദസദോ മൃതിമുത ആത്മനിയേ ജപിതാം വിവണമൃതം സ്മരന്ത്യുപതിശന്തിത ആരുവിതൈഃ ത്രിഗുണമയ പുമാനിധിപിതായതബോധകൃതാ സ്വഭവേദ് അവബോധരസേ. അതായത് ഓരോ സമ്പ്രദായക്കാര് പലതരം സമ്പ്രദായങ്ങളും ഉണ്ടല്ലോ നമ്മുടെ ഇടയിലൊക്കെ. വൈശേഷികന്മാര് ആ പരമാർത്ഥ ദൃഷ്ടിയിൽ സത്യമല്ലാത്തതായിട്ടുള്ള പ്രപഞ്ചത്തെ സത്യമായിട്ട് കരുതിയിട്ട് അതിന്റെ ഉൽപ്പത്തിയെ വർണ്ണിക്കുന്നു. അതാണ് വൈശേഷികന്മാർ ചെയ്യുന്നത് എന്നാണ്. അതുപോലെ ന്യായശാസ്ത്രക്കാര് ഉള്ളതായിട്ടുള്ള 21 ദുഃഖങ്ങളുടെ നാശത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ വൈശേഷികന്മാര് സത്യമല്ലാത്ത പ്രപഞ്ചത്തെ സത്യമായി കരുതിയിട്ട് അതിന്റെ ഉൽപ്പത്തി ആണ് അന്വേഷിക്കുന്നത്. അവിടെ എത്തിയ ശാന്തി കിട്ടുന്നുള്ള ഭാവത്തില്. അതുപോലെ ന്യായശാസ്ത്രക്കാരോ ഉള്ളതായിട്ടുള്ള 21 ദുഃഖങ്ങളുടെ നാശം, എല്ലാ ദുഃഖങ്ങളും നശിക്കുന്ന ആ അവസ്ഥ, അതാണ് മോക്ഷം എന്ന് പറയുന്നു. ഇനി ഏതാ ഈ 21 ദുഃഖങ്ങളുടെ ഭാവം? അതാണ് ഇനി അതിനെ കുറിച്ചൊന്ന് നോക്കാം. 21 അതാണെന്ന്. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, മനസ്സ്. പിന്നെ ആ കാതിന്റെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ഭാവങ്ങള്, അതായത് കേൾക്കല്, സ്പർശിക്കല്, കാണല്, സ്വാദറിയല്, വാസനിക്കല്, സങ്കല്പിക്കല്. പിന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, സങ്കല്പം, ശരീരം, സുഖം, ദുഃഖം. ഇവയാണ് 21 വിധ ദുഃഖങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സുഖത്തെയും ദുഃഖത്തിന്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ 21 ദുഃഖങ്ങള് എന്ന് ഈ ന്യായശാസ്ത്രക്കാരുടെ വാദത്തില് കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, മനസ്സ്, അതിന്റെ അനുഭവങ്ങളാണ്. കാതിന്റെ ഭാവം കേൾക്കല്, പിന്നെ ത്വക്കിന്റെ സ്പർശിക്കല്, കണ്ണിന്റെ കാണല്, നാവിന്റെ സ്വാദറിയല്, അതുപോലെ മൂക്കിന്റെ വാസനിക്കല്, മനസ്സിന്റെ സങ്കല്പിക്കല്. പിന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇത് സൂക്ഷ്മമായിട്ടുള്ള തന്മാത്രകള്. പിന്നെ ആ സങ്കല്പം, പിന്നെ ശരീരം, പിന്നെ സുഖം, ദുഃഖം. ഇവയാണ് 21 വിധ ദുഃഖങ്ങള്. എന്തുകൊണ്ട് ഈ സുഖത്തെയും ദുഃഖത്തിന്റെ കാറ്റഗറിയിൽ പെടുത്തി എന്നാണെങ്കിൽ ഈ ലൗകിക സുഖങ്ങൾക്കും അതുപോലെ തന്നെ സ്വർഗാദി ലോകങ്ങളിലെ സുഖങ്ങൾക്കും നാശമുണ്ട് അല്ലെ. ലൗകിക സുഖങ്ങൾ ഒന്ന് അനുഭവിക്കുമ്പോൾ ആ സമയത്തെ സുഖം എന്നുള്ള അനുഭവം തരുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാത്തതായിട്ട് മാറുകയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുഖമായി, അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആ സുഖം ഉണ്ടോ? ഇല്ല, അത് പോയി. അപ്പോ ലൗകിക സുഖങ്ങൾക്കും അതുപോലെ സ്വർഗാദി ലോകങ്ങളിലെ സുഖം, ഇവിടെ നമ്മൾ എത്രത്തോളം പുണ്യം ചെയ്തിട്ടുണ്ടോ ആ പുണ്യത്തിന്റെ ആ പ്രഭാവം അതായത് പുണ്യത്തിന്റെ അനുഭവം അത് അവിടെ വെച്ച് അനുഭവിക്കുക. പുണ്യം ക്ഷയിച്ചാലോ വീണ്ടും ആ ജീവന് അധപ്പതനുണ്ട്, താഴേക്ക് വരണം. അപ്പൊ അതും സത്യം, അവിടെയും നിത്യമായിട്ടുള്ള ഭാവമില്ല. അപ്പൊ ലൗകിക സുഖങ്ങൾക്കും സ്വർഗാദി ലോകങ്ങളിലെ സുഖങ്ങൾക്ക് നാശമുള്ളത് കൊണ്ടാണ് സുഖത്തെയും ദുഃഖത്തിന്റെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാണ്. നോക്കൂ, ഇതൊക്കെ ശരിയായിട്ടുള്ളതാണെങ്കിൽ സത്യമായതിന് നാശമില്ലാത്തത് കൊണ്ട് നശിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഈ അതായത് നമ്മൾ അനുഭവിക്കുന്ന സുഖമൊന്നും സത്യമായിട്ടുള്ളതല്ല. കാരണം അത് സത്യമാണെങ്കിൽ അതൊരിക്കലും നശിക്കാൻ പാടില്ല. ഇവിടെ അതിന് നാശമുണ്ട്. അപ്പൊ ജീവന്മാര് അസംഖ്യങ്ങളാണെന്നാണ് പിന്നെ സാഖ്യന്മാരുടെ അഭിപ്രായം. കർമ്മഫലങ്ങളായിട്ട് സ്വർഗാദി ലോകങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മീമാംസകര്. ആരോപിതമായിട്ടുള്ള ജഗത്തിന് സത്യബുദ്ധി വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ, സാഖ്യന്മാരാണെങ്കിലും മീമാംസകന്മാരാണെങ്കിലും വൈശേഷികന്മാരാണെങ്കിലും ഒക്കെ, അതുപോലെ ന്യായക്കാരാണെങ്കിലും ഒക്കെ ഈ ലോകത്തിൽ സത്യബുദ്ധി വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഉപദേശിക്കുന്നത്. വാസ്തവത്തിൽ ലോകം സത്യമാണോ? ആത്മാവ് ത്രിഗുണമയനാണെന്ന പ്രതിപാദനം പോലും
അജ്ഞാനദശയിലെ വ്യവഹാരമാണ്. അജ്ഞാന സമയത്ത് മാത്രമേ ആ ആത്മാവിന് ഈ പ്രകൃതിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ഉള്ളൂ. അപ്പൊ കാരണം എന്താ, ഇവിടെ ആത്മാവ് ത്രിഗുണമയനാണെന്ന് പറയുന്നത്? ഈ ആത്മാവ് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ സ്വീകരിച്ചിട്ട് ആ 3 ഗുണങ്ങളോടുകൂടി സൃഷ്ടി സ്ഥിതി സംഹാരം, അതായത് പ്രകൃതിയുടെ ഓരോ ഗുണങ്ങളിലൂടെ രജോ ഗുണം കൊണ്ട് ബ്രഹ്മാവായിട്ട് സൃഷ്ടിക്കുക, സത്വഗുണം കൊണ്ട് ആ വിഷ്ണുവായിട്ട് രക്ഷിക്കുക, തമോ ഗുണം കൊണ്ട് രുദ്രനായിട്ട് തീർന്ന് ലയിപ്പിക്കുക. അപ്പൊ ഇവിടെ അത് ശരിക്ക് ആത്മാവിനെ ആ സമയത്ത് ത്രിഗുണമയനായിട്ട് കാണുകയാണ്. അത് സത്യമല്ല, അത് അജ്ഞാന ദശയിലെ ഭാവമാണ്. ഈ അജ്ഞാനത്തിലാണ് ഈ വ്യവഹാര ഭാവങ്ങളൊക്കെ ഉള്ളത്. ജ്ഞാനത്തിൽ ഇതൊന്നുമില്ല. ജ്ഞാനത്തിൽ നേരത്തെ പറഞ്ഞ വ്യാവഹാരിക ഭാവം ഇല്ല, പിന്നെന്താ ഉള്ളത്? പാരമാർത്ഥിക ഭാവം മാത്രം, ആത്മാവ് മാത്രം. അവിടെ രണ്ടില്ല. അജ്ഞാനദശയില് ജീവന്റെ അനുഭവങ്ങളാണ് ഇവിടെ പ്രപഞ്ചത്തിലെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതുപോലെ തന്നെ ത്രിഗുണമായിട്ടുള്ള ഭാവങ്ങളും ഒക്കെ. അപ്പൊ അജ്ഞാനദശയിലെ വ്യവഹാരമാണ് അത്. ഈ സത്വ രജസ് തമസുകളാകുന്ന 3 ഗുണങ്ങള് പ്രകൃതിയുടെ ശക്തികളാണ്. ജ്ഞാനമാത്ര സ്വരൂപനായിട്ട് പരമാത്മാവില് അജ്ഞാനമാത്ര സ്വരൂപിണിയായിട്ട് പ്രകൃതി പ്രകാശത്തില് ഇരുട്ട് എന്നതുപോലെ നിലനിൽക്കില്ല. വെളിച്ചം വന്നാൽ ഇരുട്ടില്ലാണ്ടാവും അല്ലേ? അപ്പൊ വൈശേഷികം, ന്യായം, സാങ്ക്യം, യോഗം, പൂർവമീമാംസ തുടങ്ങിയ ശാസ്ത്രങ്ങള് പ്രപഞ്ചത്തില് സത്യബുദ്ധിയോടുകൂടിയ ജീവന്മാരെ പടിപടിയായിട്ട് അദ്വൈതത്തിലേക്ക് ഉയർത്താനുള്ള മാർഗങ്ങളായിട്ടാണ് പറയുന്നത് എന്നാണ്. അപ്പോ ഓരോന്നും ആ എല്ലാറ്റിന്റെയും ലക്ഷ്യം ആത്മാവാണ്. പതുക്കെ പതുക്കെ നമുക്ക് ഇതിലൊക്കെ സത്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചു കാലം നമ്മൾ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇതെന്ന് വിട്ട് അവിടെ പരമസത്യം അതാണ്, ഇതല്ല എന്ന് മനസ്സിലാക്കാൻ. അപ്പം അദ്വൈതമായിട്ടുള്ള ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്താൻ പടിപടിയായിട്ട് ജീവന്മാരെ ഉയർത്തലാണ് ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് കാണിച്ചു തരികയാണ്. പിന്നെ അതിനുശേഷം പിന്നെ പറയുകയാണ്, ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടല്ലോ, അത് ശരിക്ക് പറഞ്ഞാല് ആ സദീപ വിഭാത്യ സദാമനുജാത് തദവിമൃശന്യശേഷമിതം ആത്മതയാ ആത്മവിദ നഹി വികൃതിം രജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിതം ആത്മതയാവസിതം. ഈ ത്രിഗുണസ്വരൂപമായിട്ടുള്ള മനസ്സിന്റെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ഈ ജഗത്ത് എന്നാണ്. മനസ്സില്ലെങ്കിൽ ലോകമില്ല ശരിക്കും പറഞ്ഞാല്. അതായത് ഈ ഉറക്കത്തില് നമുക്ക് ഈ മനസ്സ് എന്ന ആ അനുഭവം ഇല്ല, ഉപാധി ഇല്ല. അതുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ പ്രതീതി ഇല്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നത് ആരാ? മനസ്സാണ്. സത്വം, രജസ്, തമസ് ഈ 3 ഗുണങ്ങളുടെ വികാരവും മനസ്സിലെ വെറും പ്രതീതി മാത്രവുമായിട്ടുള്ള ഈ ലോകം ഈ ഇല്ലാത്തതാ ശരിക്കും പറഞ്ഞാല്. സത്യസ്വരൂപനായിട്ടുള്ള പരമാത്മാവില് ഈ പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുക. ആ പരമാത്മാവ് സത്യമായതുകൊണ്ട് അതിൽ ഈ ഒരു ഭ്രമം അതല്ലെങ്കിൽ ആ പരമാത്മാവിൽ പ്രതിബിംബിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന് സത്യബുദ്ധി നമ്മൾ കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോ ഈ പ്രപഞ്ചം പരമാത്മാവിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സത്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കയറിൽ ആരോപിക്കപ്പെട്ട പാമ്പ് അല്ലേ, ആ കയറിൽ പാമ്പാണ് എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട് വെളിച്ചമില്ലാത്തത് കൊണ്ട്. കയറിൽ ശരിക്കും നമ്മൾ ആരോപിക്കപ്പെട്ട പാമ്പ് വാസ്തവത്തിൽ കയറാണ്, പാമ്പല്ലാതെ അല്ലേ. അപ്പൊ കയറിൽ ആരോപിക്കപ്പെട്ട പാമ്പ് വാസ്തവത്തിൽ കയറ് തന്നെയാണ്. അതുപോലെ ആത്മാവിൽ പ്രതിഭാസിക്കുന്ന പ്രപഞ്ച വസ്തുക്കളെയും ആത്മാവായിട്ട് തന്നെ അറിയുക. അപ്പൊ ആത്മാവിൽ കാണുന്ന പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും ആത്മാവല്ലാണ്ട് വേറൊന്നും അല്ല. അങ്ങനെയാണ് വിദ്വാൻമാര് ആത്മഭാവത്തെ പ്രപഞ്ചത്തിൽ അറിയുന്നത്. സ്വർണത്തെ ആഗ്രഹിക്കുന്ന ആള് സ്വർണത്തിന്റെ തന്നെ രൂപഭേദങ്ങളായിട്ടുള്ള ആഭരണങ്ങളെ സ്വർണമായിട്ട് ബോധിക്കുന്നത് പോലെ ജ്ഞാനികൾക്ക് ജഗത്തിനെയും ലോകത്തിലെ സകല വസ്തുക്കളെയും ആത്മാവായിട്ട് ബോധിക്കാൻ കഴിയും അല്ലെ. ഇപ്പൊ നമ്മള് ആ സ്വർണം മേടിക്കാനായിട്ട് ജുവല്ലറി ചെന്നാല് നമുക്ക് ആ സ്വർണ്ണ ദൃഷ്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പലവിധ ആഭരണങ്ങളുടെ ഡിസൈൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഡിസൈൻ അതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എന്ന് നോക്കിയിട്ട് ആ ഡിസൈനെ നമ്മൾ തിരഞ്ഞെടുക്കും. പക്ഷേ മോഷ്ടിക്കാനായിട്ട് ഒരു കള്ളൻ വീട്ടിൽ കയറി വന്നാൽ ആ കള്ളൻ സ്വർണത്തിന്റെ ആഭരണങ്ങളുടെ ആ ഡിസൈനൊന്നും അല്ല നോക്കുക. പിന്നെയോ ഇത് കിട്ടിയാൽ ഇത് 10 പവനാണ്, അവൻ ആ 10 പവൻ എന്നുള്ള സ്വർണത്തെയാണ് അവൻ കാണുന്നത്, അല്ലാണ്ട് അതിന്റെ ആഭരണങ്ങളെ അവൻ കാണുന്നില്ല.
അപ്പൊ അതുപോലെയാണ് ശരിക്ക് ഇവിടെ നമ്മളെ സംബന്ധിച്ച് അജ്ഞാനികളായതുകൊണ്ട് ആഭരണങ്ങളുടെ ആ ഡിസൈന്റെ പിന്നാലെ നമ്മൾ പോണു. സ്വർണം കക്കാൻ വന്ന മോഷ്ടിക്കാൻ വന്ന കള്ളൻ ശരിക്കും പറഞ്ഞ വേദാന്തത്തിന്റെ ദൃഷ്ടിയിൽ ജ്ഞാനി ആയതുകൊണ്ട് അയാൾ സ്വർണത്തെ മാത്രമേ അതിൽ കാണുന്നുള്ളൂ. ഇപ്പോ ആ സ്വർണത്തെ, അതായത് ആ ജ്ഞാനികൾക്ക് ജഗത്തിനെയും ലോകത്തിലെ സകല വസ്തുക്കളെയും ആത്മാവായിട്ട് ബോധിക്കാൻ കഴിയും. അതായത് മോഷ്ടിക്കാൻ വന്ന കള്ളൻ ആഭരണത്തെ സ്വർണമായിട്ട് ബോധിച്ചതുപോലെ ജ്ഞാനികള് ജഗത്തിലെ സകല ജീവജാലങ്ങളെയും ആത്മാവായിട്ടാണ് കാണുക. അതായത് ആ കള്ളൻ ആഭരണത്തെ സ്വർണമായിട്ട് കണ്ടതുപോലെ ഒരു ജ്ഞാനി പ്രപഞ്ച വസ്തുക്കളെ മുഴുവൻ ആത്മഭാവത്തിലാണ് കാണുക. സമുദ്രത്തിലെ തിരമാലകളെയെല്ലാം സമുദ്രമായിട്ട് കാണാൻ കഴിയില്ലേ? ഇതുപോലെ ഇപ്രകാരം ആത്മാവിൽ പ്രപഞ്ചത്തെയും ജീവനെയും തന്നിൽ നിന്ന് അഭിന്നമായിട്ട് വിദ്വാൻമാര് കാണുന്നു. അപ്പോൾ ജീവനും പ്രപഞ്ചവും ആ ആത്മാവായിട്ടുള്ള തന്നിൽ നിന്ന് ഭിന്നമല്ല. ആത്മാവ് തന്നെയാണ് ജീവസ്വരൂപത്തിലും പ്രപഞ്ചാകാരേണയും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന തത്വം വിദ്വാൻമാര് മനസ്സിലാക്കിയിട്ട് അവര് ഭേദബുദ്ധിയെ അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഭഗവാന്റെ ആ പ്രഭാവത്തെ കുറിച്ചാണ് ഇനി അടുത്ത 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഏതായാലും നാളത്തെ കൊണ്ട് ഈ ശ്രുതിഗീതയെ നമ്മൾ ഭഗവത് പാദത്തിൽ സമർപ്പിച്ച് പിന്നുള്ള 3 അധ്യായങ്ങൾ 2 ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞ് അതിന് നമ്മുടെ ഈ 90 ദിവസത്തെ ഈ ജ്ഞാനയജ്ഞം ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അറിയാൽ നാളെ തിങ്കൾ ചൊവ്വ ബുധനാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് ഈ യജ്ഞത്തെ ഭഗവത് പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റന്നാൾ സമർപ്പിക്കുമ്പോഴേ നമുക്ക് 90 ദിവസം എന്ന് നമ്മൾ പറഞ്ഞത് അവിടെ അതിനെ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെ നമുക്ക് ഈ ശ്രുതിഗീതയെ അവസാനിപ്പിച്ചിട്ട് അടുത്ത ദിവസം ആ 88-ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളും 89-ാമത്തെ അധ്യായവും കൂടെ നമുക്ക് അനുസ്മരിക്കാൻ പറ്റുകയാണെന്ന് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ബുധനാഴ്ച അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ അവസാനത്തെ 90-ാമത്തെ അധ്യായവും നമുക്ക് വായിച്ച് അതിലെ കാര്യങ്ങളൊന്ന് അനുസ്മരിച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ഏതായാലും ഇന്ന് നമുക്കിപ്പോ ഇവിടെ നിർത്താം. ഇന്ന് ജ്ഞാനയജ്ഞം യജ്ഞസമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യരായിട്ടുള്ള മഹാത്മാക്കളാണ് അഞ്ജു പാർവതി പൂര നക്ഷത്രമാണ്. അതുപോലെ ചന്ദന പൂര നക്ഷത്രമാണ്. ഈ അഞ്ജു പാർവതി അവരുടെ പിറന്നാളോടനുബന്ധിച്ചിട്ടാണ് ഈ യജ്ഞസമർപ്പണം ശ്രീമതി ഗീത എസ് നായരാണ് സമർപ്പിച്ചത് എന്നാണ്. അപ്പോ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ സുഹൃതം ചെയ്ത ജീവൻ തന്നെയാണ് ഇവര്. കാരണം അവരുടെ പിറന്നാൾ ദിവസം ഇങ്ങനെ ഒരു ജ്ഞാനയജ്ഞ സമർപ്പണം നടത്താൻ കഴിഞ്ഞത് അത് ധന്യമായിട്ടുള്ള സുഹൃതം ചെയ്ത ആ ജീവന്റെ പ്രഭാവത്തെ കാണിക്കുകയാണ്. ഇപ്പോ ഇങ്ങനെ ഒരു ജ്ഞാനയജ്ഞ സമർപ്പണം നടത്തുക വഴി വലിയ ഒരു ദാനം ഇവർ നടത്തിയിരിക്കുക. നമ്മളിപ്പോ ഏറ്റവും അന്നദാനമാണ് ശ്രേഷ്ഠം എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും അല്ലെ? ഭക്ഷണം കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൃപ്തി ഇല്ലാണ്ടാവും. ഈ ജ്ഞാനദാനം അങ്ങനെയല്ല, ഒരിക്കലും നശിക്കില്ല എന്നാണ്. അപ്പൊ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ഒരു ദാനത്തിന് ഇന്ന് പിറന്നാളായിട്ട് സാഹചര്യം ഒരുങ്ങി എങ്കിൽ അത് തീർച്ചയായിട്ടും ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവർക്ക് അതിന് കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ പിറന്നാൾ ആഘോഷിക്കുന്ന അഞ്ജു പാർവതിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങള് ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അവരുടെ ആ കുടുംബത്തിന് തന്നെ ഭഗവത് ഈ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് ഇതൊക്കെയാണ്. കിട്ടിയ ഈ ജന്മം പരോപകാര പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പുണ്യപ്രവൃത്തിക്ക് വേണ്ടി കിട്ടിയതാ. ഇതുപോലെ ഈ ജ്ഞാനയജ്ഞ സമർപ്പണം നടത്തി മറ്റുള്ളവർക്ക് ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കേൾക്കത്തക്ക വിധത്തിലാക്കി തീർക്കുക, അതിനെ പോലൊരു സുഹൃതം ചെയ്ത അല്ലെങ്കിൽ അതിനെ പോലൊരു പുണ്യപ്രവൃത്തി ലോകത്തിന് വേറെ ഇല്ല. ബാക്കിയുള്ള പുണ്യപ്രവൃത്തികളൊക്കെ നശിച്ചാലും ഈ ജ്ഞാനദാനം എന്നുള്ള പുണ്യപ്രവൃത്തി ഉണ്ടല്ലോ, ഈ സത്സംഗം കേട്ടിട്ടുണ്ടോ അവർക്കൊക്കെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് ഇവരാണ്. അപ്പൊ അവർക്ക് അതിന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവും. എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് അവർക്ക് സർവ്വവിധ മംഗളങ്ങളും ഭഗവാനോട് അപേക്ഷിച്ച് നേരിയ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദന പൂരം അവരാണ്. അവരുടെ അമ്മ കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഏതായാലും അവരും ഈ പറഞ്ഞതുപോലെ
ഈ തരത്തിൽ സമർപ്പണം നടത്തുക വഴി അവരുടെ ജീവിതത്തെ തന്നെ ധന്യമാക്കി തീർത്തിരിക്കുകയാണ്. നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപവാസനകളുടെ ഫലമാണ്. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടെ പൂർവ്വജന്മത്തിലെ പാപവാസനകളൊക്കെ നശിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ സൽക്കർമ്മത്തിന്റെ ഫലമായിട്ടുള്ള പുണ്യവാസനകൾ വളർത്തി ഭഗവാനെ മനസ്സിൽ ശരിയായിട്ട് നമ്മൾ ആരാധിക്കുമ്പോൾ, അതായത് ഏത് കാര്യം ചെയ്യുന്ന സമയത്തും ഭഗവത് സ്മരണയോടുകൂടെ, നോക്കൂ ഭഗവാന്റെ സ്വഭാവം എന്താ, നമ്മൾ ഭഗവാനെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ ആവശ്യം നടത്തി തരും. എത്രയോ ഭക്തന്മാരുടെ കഥകൾ അങ്ങനെ ഇല്ലേ, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണെങ്കിലും ഭഗവാനെ ആശ്രയിച്ചുവോ, അതാണ് നോക്കുക ഭഗവാൻ. ഏതായാലും അവർ എൻ്റെ അടുത്തേക്ക് വന്നൂല്ലോ, അവരവരെ ആവശ്യം കൊണ്ടാണെങ്കിലും വന്നൂല്ലോ, അത് മതി. അപ്പൊ ജീവന്റെ ലക്ഷ്യം ഈശ്വരനാ. അപ്പൊ ജീവന്റെ ലക്ഷ്യം ഈശ്വരനാണെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഈശ്വരന്റെ അടുത്തേക്ക് എത്തുക, നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും നമ്മൾ ഈശ്വരന്റെ അടുത്തേക്കല്ലേ ചെന്നത്. അതുകൊണ്ട് അവിടെ എത്തുന്ന ജീവനെ പൂർണ്ണനാക്കി തീർക്കുക എന്നുള്ളതാണ് ഗുരുവായൂരപ്പന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ ഏത് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഈ തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, ആ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നത്, തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുകയും ചെയ്യും, നമ്മളെ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് രണ്ടു ഗുണം ഭഗവാനെ ആശ്രയിച്ചാലുണ്ട്. മുക്തിയും മുക്തിയും എന്നാണ് ഭഗവാന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ ഇപ്പോ ഈ ചന്ദനാപൂരം അവര് മനസ്സിൽ ഏത് ആഗ്രഹമാണോ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ജ്ഞാനയജ്ഞ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായത്, എത്രയോ പേർക്ക് ഈ പറഞ്ഞതുപോലെ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത്. തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ ഇവരുടെ, അതായത് ചന്ദന അവരുടെ ആ മനസ്സിലെ ആഗ്രഹങ്ങള് ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും ഭഗവാൻ, നമ്മളിപ്പോ വേറൊരാളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരും, അതിന് സംശയമില്ല. കാരണം എല്ലാവരുടെയും മനസ്സിന്റെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനാണ്. അപ്പൊ ആ ഭഗവാൻ അവരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ അവർക്ക് ഉചിതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ശ്രീ ഗുരുവായൂരപ്പന്റെ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ രണ്ടു കൂട്ടർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങള് ആ ശ്രീ ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.